നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ആമേൻ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കൺവെൻഷന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയച്ചിരിക്കുന്ന കർത്താവിൻ്റെ ആമേൻ അഭിഷിക്തനെ കർത്താവ് ശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കൺവെൻഷൻ കൊയർ ആമേൻ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന് മഹത്വം കരയറ്റുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നാഥ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കൺവെൻഷൻ്റെ കർത്താവെ പ്രാരംഭ രാത്രിയിൽ തിരുപാദപിടത്തെങ്കിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, കൺവെൻഷനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രി മുതൽ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇറങ്ങുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കൺവെൻഷൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ കർത്താവിനെ കൂടുതൽ അറിയുന്നതിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുന്നതിന് കാരണമായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ അവിടുന്ന് മാറ്റുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മധ്യേ കർത്താവെ ആത്മാവിൻ്റെ നിയോഗത്താൽ അവിടെ നയിച്ചിരിക്കുന്ന അഭിഷിക്തനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ അവിടുത്തെ ആലോചന അറിയിപ്പാൻ അവിടുത്തെ ദാസനെ കർത്താവെ ആത്മാവിൻ്റെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യേ നിർത്തുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൺവെൻഷൻ കൊയറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ദാസന്മാരെ ദാസിമാരെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ ആത്മാവിൻ്റെ നിറവിൽ ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപരിക്കുന്ന ശക്തി ഞങ്ങളുടെ മധ്യേ കർത്താവെ വ്യാപരിക്കുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, സിസ്റ്റത്തെ ഓർക്കുന്നു. കർത്താവെ, ദൈവമേ, അതിന് കർത്താവെ സ്തോത്രം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുകയാ. ദൈവമേ, ഓരോ ക്രമീകരണങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കുമാറാകണമേ. സകല മാനത്തിനും മഹത്വത്തിനും അവിടുന്ന് മാത്രം യോഗ്യൻ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. ഇപ്പോൾ കൺവെൻഷൻ കൊയർ മുമ്പോട്ട് കടന്നു വരും, ഗാനങ്ങൾ ആലപിക്കും. പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വം കരയറ്റാമല്ലോ. Hallelujah. Praise the Lord. Hallelujah. 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 Praise the Lord. Stotram. Stotram. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം നമുക്കൊന്നിച്ച് കൺവെൻഷനായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയേറെ അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ നടക്കുന്ന കൊയറിലേക്ക്, ഈ ഗാന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദേവദാസന്മാരെയൊക്കെ വന്ദനം ചെയ്യുന്നു. ഞങ്ങൾ പഴയതും പുതിയതുമായ ഗാനങ്ങളാണ് പാടുന്നത്. അറിയാവുന്ന ഗാനങ്ങൾ ചേർന്ന് ഞങ്ങളോടൊപ്പം പാടാവുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
എത്ര ഭാഗ്യമേ ഞാൻ യേശുവിൻ്റെ സ്വന്തം, ജീവൻ തന്നു വീണ്ട സ്നേഹബന്ധം. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ച ആ വലിയ സ്നേഹത്തെ ഓർക്കുന്നതാണ് ആദ്യമായി പാടാൻ പോകുന്ന ഗാനം. ഈ ലോകം തരാത്ത സമാധാനം നമുക്ക് ക്രിസ്തുവിൽ ഉള്ളതിനാൽ നമുക്ക് എത്ര ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യപദവിയിലേക്ക് നമ്മളെ നടത്തിയ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. എത്ര ഭാഗ്യമേ ഞാൻ യേശുവിൻ്റെ സ്വന്തം. Hallelujah. എത്ര ഭാഗ്യമേ ഞാൻ യേശുവിൻ്റെ സ്വന്തം, ഓ ജീവൻ തന്നു വീണ്ട സ്നേഹബന്ധം, തന്റെ മാറിൽ ചൂടലില്ലായുരന്തം, ഞാനും ചേർന്നു വാഴും ഹായന്താനന്ദം. എത്ര ഭാഗ്യമേ ഞാൻ യേശുവിൻ്റെ സ്വന്തം, ഓ ജീവൻ തന്നു വീണ്ട സ്നേഹബന്ധം, തന്റെ മാറിൽ ചൂടലില്ലായുരന്തം, ഞാനും ചേർന്നു വാഴും ഹായന്താനന്ദം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേ ഇത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാപിയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവഗണനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേ ഇത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാപിയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവർണ്ണനീയമേ. ലോകം നൽകാത്ത സമാധാനം, ഓ ക്രിസ്തുവിങ്കൽ ഞാൻ കണ്ടു ഭാഗ്യം. ഇന്നൻ ഹൃത്തിൽ നിറയും നവഗാനം, യേശു തന്ന നിത്യമാം രക്ഷാദാനം. ഈ ലോകം നൽകാത്ത സമാധാനം, ഓ ക്രിസ്തുവിങ്കൽ ഞാൻ കണ്ടു ഭാഗ്യം. ഇന്നൻ ഹൃത്തിൽ നിറയും നവഗാനം, യേശു തന്ന നിത്യമാം രക്ഷാദാനം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേ ഇത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാപിയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവർണ്ണനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേ ഇത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാപിയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവർണ്ണനീയമേ.
നിത്യസ്വർഗനാടല്ലോ എൻ സ്വദേശം. വേണ്ട ലോക ഇമ്പമൂലവലേശം. ഇനി ക്രൂശിൻ ക്ലേശം താനെന്നാവേശം. ലോകവാസമോ വെറും പരദേശം. നിത്യസ്വർഗനാടല്ലോ എൻ സ്വദേശം. വേണ്ട ലോക ഇമ്പമൂലവലേശം. ഇനി ക്രൂശിൻ ക്ലേശം താനെന്നാവേശം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യവീര്. വന്നിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീര്. നിജ പാപിയ ഞാൻ സ്വർഗ പൗരനായത്. അതിശയം അവർണ്ണനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യവീര്. വന്നിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീര്. നിജ പാപിയ ഞാൻ സ്വർഗ പൗരനായത്. അതിശയം അവർണ്ണനീയമേ. നിമിത്തം അപമാനം. ഭൂമിയിലെത്തുന്നതല്ലോ അഭിമാനം. ലോകസമ്പത്തുമെല്ലാം സ്ഥാനമാനം. വെറും ചപ്പൻ നിന്നും ഞാൻ ക്രിസ്തു മൂലം. എന്നെ യേശു നിമിത്തം അപമാനം. ഭൂമിയിലെത്തുന്നതല്ലോ അഭിമാനം. ലോകസമ്പത്തുമെല്ലാം സ്ഥാനമാനം. വെറും ചപ്പൻ നിന്നും ഞാൻ ക്രിസ്തു മൂലം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യവീര്. വന്നിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീര്. നിജഭാവിയ ഞാൻ സ്വർഗ പൗരനായത്. അതിശയം അവർണ്ണനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യവീര്. വന്നിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീര്. നിജഭാവിയ ഞാൻ സ്വർഗ പൗരനായത്. അതിശയം അവർണ്ണനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യവീര്. വന്നിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീര്. നിജഭാവിയ ഞാൻ സ്വർഗ പൗരനായത്. അതിശയം അവർണ്ണനീയമേ. അതിശയം അവർണ്ണനീയമേ. അതിശയം അവർണ്ണനീയമേ. അതിശയം അവർണ്ണനീയമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തതൊരു വളരെ പഴയ ഗാനമാണ് പാടുന്നത്. നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷകളിലൊക്കെ പാടാൻ പറ്റിയൊരു ഗാനമാണ്. അതിൻ്റെ ചില വാക്കുകൾ അർത്ഥം മനസ്സിലാകത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളതൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ്? എന്തോരൻപിതപ്പനെ ഈ പാപിമേൽ എന്തോരം അൻപിതപ്പനെ അണ്ടർകോനെ നീ ചണ്ടാള ദ്രോഹിയിൽ. അണ്ടർകോനെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപക്ഷെ അർത്ഥം അറിയത്തില്ലായിരിക്കാം. സ്വർഗവാസികളുടെ രാജാവ് അല്ലെങ്കിൽ ദേവന്മാരുടെ രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചണ്ടാളദ്രോഹി എന്ന് പറഞ്ഞാൽ ഈ നീചൻ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന വരികളാണ് അതിനകത്തുള്ളത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെ ഏറ്റവും വളരെയധികം എണ്ണിപ്പറയുന്ന ഒരു ഗാനമാണ്. ശ്രീ യുസ്തോസ് യൂസഫ് വിദ്വാൻകുട്ടി എന്നറിയപ്പെടുന്ന മാന്യ അദ്ദേഹമാണ് ഇത് രചിച്ചത്. വളരെ അർത്ഥവത്തായ ഗാനങ്ങൾ അനേകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലൊരു ഗാനമാണ് മനോഹര ഗാനം. അറിയാവുന്നവർക്ക് ഒന്നിച്ച് ചേർന്ന് പാടാം. ദൈവം സഹായിക്കട്ടെ.
സമയം ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നല്ലോ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ ആമേൻ ദൈവമക്കൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ.
അമേ, നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ഈ ദിവസങ്ങളിൽ അമേ സ്തോത്രം നമ്മൾ വളരെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അമേ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിന് ദൈവികമായ വിടുതലുകൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു വീഴുവാൻ, തടസ്സങ്ങൾ നീങ്ങുവാൻ, ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ, നാം കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ജനം ഒരുമിച്ച് ആർപ്പിടുമ്പോൾ നമ്മെ ചില മതിലുകൾ തകർന്നു വീഴുവാൻ, ചില കോട്ടകൾ തകർന്നു വീഴുവാൻ, ആമേൻ ദൈവത്തിൻ്റെ ദൈവികമായ വിടുതലുകൾ ജനം അനുഭവിപ്പാൻ ഇടയായി തീരേണ്ടതിന് ആമേൻ സ്തോത്രം പിന്മാറ്റക്കാർ മടങ്ങി വരുന്നൊരു അനുഭവത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ട് വരേണ്ടതിന് ദൈവപ്രവർത്തി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും ഭവനത്തിലും സഭയിലും വെളിപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യ അയച്ചിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ദാസനെ കർത്താവ് നമ്മുടെ മധ്യ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് വീണ്ടും അനുഗ്രഹീത ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഏവർക്കും ഈ കൺവെൻഷൻ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ പിലിബേവിച്ചാൻ മുമ്പോട്ട് കടന്നു വന്ന് അമേൻ സ്തോത്രം പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് അമേൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവെ പ്രാർത്ഥനയോടെ ഇവിടുന്ന് പാദപ്പെടുത്തൽ കടന്നു വരുവാൻ വലിയവനാദ്യമേ തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുപോലെ ഹല്ലേലൂയ. ഞങ്ങളുടെ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം കർത്താവെ ഞങ്ങളുടെ മധ്യ കർത്താവ് ഉള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തേക്ക് ഇറങ്ങി വന്ന ലോകരക്ഷനെക്കുറിച്ച് ദൈവസ്ഥനിൽ നിന്ന് കേൾക്കുവാൻ ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവദാസന് ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ കർത്താവെ. ദാസനിൻ്റെ അഭിഷേകം കൂടെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് ഇന്ന് രാത്രികാലത്ത് നൽകി തരണമേ കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവസഭയെ കർത്താവെ ദിവസങ്ങൾ കർത്താവിനെ അനുഗ്രഹിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഒരു ആത്മീയ സന്തോഷം അനുഭവിപ്പാൻ, ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന രാത്രിയായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ വിഷയം മേൽ ഉദ്ധാരണം പ്രാപിക്കുന്ന രാത്രിയായി തീരുവാൻ ഹല്ലേലൂയ കർത്താവ് സഹായിക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകണം കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് ഹല്ലേലൂയ ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവ് ദൈവദാസൽ കൂടെ ആവശ്യമായ സ്വർഗീയ ദൂത് നൽകി തന്ന് ഞങ്ങൾ ഓരോരുത്തരും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പുതുതായിട്ട് ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് മീറ്റിംഗ് അനുഗ്രഹമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം നടക്കുന്ന കൺവെൻഷനൊക്കെ ഓരോ ദിവസവും കർത്താവിനെ നിറവിൽ നിന്ന് ദൈവദാസൻ സംസാരിപ്പാൻ കർത്താവിനെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് സ്വർഗീയ തരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യ ഇന്ന് രാത്രികാലം ഉള്ളതിനായ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രത്യേകാല ഞങ്ങളുടെ കൊയറിലെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ പാടിയെങ്കിൽ സ്തുതിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. അരിശുദ്ധമാലും നിറഞ്ഞ് ഹല്ലേലൂയ കർത്താവ് ഇന്ന് രാത്രികാലം പാടുവാൻ അവരെ നീ സഹായിക്കണമേ, അവരെ നീ ബലപ്പെടുത്തണമേ. മീറ്റിങ്ങിൽ ഇടിയുവാൻ ദാസനെ നീ ബലപ്പെടുത്തുന്നില്ല കർത്താവെ. രാത്രികാലം കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ പേര് പേരായിട്ട് കുടുംബങ്ങളായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവനെ ഇങ്ങനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലായി തീരുവാൻ കർത്താവിന് രാത്രികാലം സഹായിക്കണമേ. ഞങ്ങളുടെ മീറ്റിംഗിൽ കഴിയുമ്പോൾ ദിവസങ്ങൾ വലിയൊരു അഭിഷേകം, വലിയൊരു അനുഗ്രഹം ദൈവത്തിൽ പകരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മൗത്തപ്പെടുത്തിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ, ആമേൻ. സ്തോത്രം. നാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ആമേൻ. സ്തോത്രം. കരുണയിൽ സാഗരമേ ശോക കൊടുമ്പയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സ്വാധീനമായി നടത്താൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണല്ലോ. കരങ്ങളെ അടിച്ച് നമുക്ക് കൊയറിനോട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പോകും. കരുണയിൽ സാഗരമേ ശോകക്കോടും വെയിലേറിടുമ്പോൾ, കരുണയിൽ സാഗരമേ ശോകക്കോടും വെയിലേറിടുമ്പോൾ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുള അളവെന്ന
ദൈവകൃപയരുള ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ലോകങ്ങൾ പീഡകളോ നിന്ന പരിഹാസമേറിടുമ്പോ ലോകങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ അമിതബലമരുളി എന്നെ സാന്ത്വനമായി നടത്താം അമിതബലമരുളി എന്നെ സാന്ത്വനമായി നടത്താം കൃപയരുള കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഉരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങൾ ഇടറിടവേ ഉരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങൾ ഇടറിടവേ അഗ്നിത്തോടിൽ പ്രഭയാ ജ്ഞാനം ചെയ്യുവാൻ ഈ മരുവിൽ അഗ്നിത്തോടിൽ പ്രഭയാ ജ്ഞാനം ചെയ്യുവാൻ ഈ മരുവിൽ കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഉത്തമ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും പെരുക് ഉത്തമ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും പെരുക് സ്നേഹത്തിനാഴമത് ഞാനും നിമക്കരഞ്ഞ് നീവാ സ്നേഹത്തിനാഴമത് ഞാനും നിമക്കരഞ്ഞ് നീവാ കൃപയരുള കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ലോകത്തെ മറന്നിടുവാൻ എല്ലാം ചെയ്താമെന്നിടുവാൻ ലോകത്തെ മറന്നിടുവാൻ എല്ലാം ചെയ്താമെന്നിടുവാൻ ലോകത്തെ ജയിച്ചവരെ നിന്നിൽ അഭയം ഞാൻ നേടിടുന്നേ ലോകത്തെ ജയിച്ചവരെ നിന്നിൽ അഭയം ഞാൻ നേടിടുന്നേ കൃപയരുള കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഉരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങൾ ഇടറിടവേ ഉരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങൾ ഇടറിടവേ അഗ്നിത്തോടിൽ പ്രഭയാ ജ്ഞാനം ചെയ്യുവാൻ ഈ മരുവിൽ അഗ്നിത്തോടിൽ പ്രഭയാ ജ്ഞാനം ചെയ്യുവാൻ ഈ മരുവിൽ കൃപയരുള കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ ദൈവകൃപയരുള ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുള ഉറ്റവർ ബന്ധുക്കളോ എല്ലാ സ്നേഹിതരും പെരുക് ഉറ്റവർ ബന്ധുക്കളോ എല്ലാ സ്നേഹിതരും പെരുക് സ്നേഹത്തിനാഴമതിൽ ഞാനും നിമക്കരഞ്ഞ് നീവാ സ്നേഹത്തിനാഴമതിൽ ഞാനും നിമക്കരഞ്ഞ് നീവാ കൃപയരുള കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ
ലോകത്തെ മറന്നിടുവാൻ എല്ലാം ചെയ്തവനെ കീഴുവാൻ ലോകത്തെ മറന്നിടുവാൻ എല്ലാം ചെയ്തവനെ കീഴുവാൻ ലോകത്തെ ജയിച്ചവരെ നിന്നിൽ അഭയം ഞാൻ തേടിയിടുന്നേ ലോകത്തെ ജയിച്ചവരെ നിന്നിൽ അഭയം ഞാൻ തേടിയിടുന്നേ കൃപയരുതാൻ കൃപയരുതാൻ അവന്റെ പകർന്നിടുക ഈ ഭൂമിയെ യാത്രയതിൽ ദൈവകൃപയരുതാൻ ഈ ഭൂമിയെ യാത്രയതിൽ ദൈവകൃപയരുതാൻ കരുണയിൻ സാഗരമേ ശോകക്കൊടുമയിലേറിടുമ്പോൾ കരുണയിൻ സാഗരമേ ശോകക്കൊടുമയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സ്വാന്തനമായി നടത്താൻ മേഘത്തിൻ തണലരുളി എന്നെ സ്വാന്തനമായി നടത്താൻ കൃപയരുതാൻ അവന്റെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുക അവൻ ഈ ഭൂമിയിലെ യാത്രയതിൽ Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. 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 നമ്മുടെ കരങ്ങൾ ഉയർത്തിയ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ 100-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 100-ാം സങ്കീർത്തനം, Psalms number 100. We will read together. 100-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 100, Psalms 100. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി
അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. ആമേ, ഹല്ലേലൂയ. നാം ആഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രി കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്ന് രാത്രി ആത്മാവിൻ്റെ നിയോഗത്തെ ഞാൻ മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൺവെൻഷനുടനീളം ആമേ, നാം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാനിടയാകട്ടെ. പുത്തൻ അഭിഷേകത്തോടെ ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ആമേ, ചില നിയോഗത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങൾ മാറട്ടെ. നമ്മുടെ മധ്യ അയച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ദിവസങ്ങളാക്കി നമ്മെ കർത്താവ് മാറ്റുന്ന നമ്മെ സ്തോത്രം ദിവസങ്ങളാണിത്. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഈ കൺവെൻഷനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തരങ്ങളും തുറക്കപ്പെടട്ടെ. നാം ഇപ്പൊ വായിച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന, അവന്റെ ദയയെ ഓർക്കുന്ന, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായിട്ടുള്ള വിശ്വസ്തതയെ ഓർക്കുന്ന ദിനരാത്രങ്ങളായി ഈ ദിവസങ്ങൾ മാറുവാൻ. Thank you, Jesus. We give you glory. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അത് അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക കർത്താവേ. ദൈവമേ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്ന ഞങ്ങളുടെ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ അവിടുത്തെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ നാഥനെ ഇടയാക്കിയ ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ വന്നതല്ല, അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ ജനത്തെയും ഞങ്ങളുടെ കൺവെൻഷനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതിനേക്കാൾ ആത്മിക ബലം പ്രാപിച്ച, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിച്ച, ഞങ്ങളുടെ കർത്താവിനെ കൂടുതൽ അറിഞ്ഞ, ഓരോ ദിവസവും ജീവിക്കുന്നതിന് വേണ്ട ദൈവികാലോചന ഏറ്റെടുത്ത അമേ സ്തോത്രം ബലത്തോടെ മടങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെ ദാസിമാരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവർ കർത്താവെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ശക്തമായി ആത്മാവിന്റെ നിറവിൽ ആത്മാവിന്റെ ശക്തിയോടെ ഉപയോഗിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവ് ഞങ്ങളുടെ മധ്യ നിയോഗിച്ചയച്ചിരിക്കുന്ന അഭിഷിക്ത ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ജനത്തിന് പ്രയോജനമുള്ളത് മറച്ചു വെക്കാതെ ദൈവികാലോചനയെ അറിയിപ്പാൻ അവിടുത്തെ ദാസനെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യ നിർത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അവിടുത്തെ ദാസന് വേണ്ട ബലവും ആരോഗ്യവും അവിടുന്ന് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരുന്ന ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകത്തക്ക വിധത്തിൽ അവിടുത്തെ ദാസനെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യ ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തിനായി സ്തോത്രം കർത്താവേ. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിശേഷ കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കൗൺസിൽ ദൈവമേ, പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിലുള്ള എല്ലാ കൺവെൻഷനുകൾ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് കർത്താവ് സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കൂട്ടിവരുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ കൺവെൻഷനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ഓരോ ദിനവും സമാധാനത്തോടെ ഐക്യം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനത്തിനും ഭഗത്വത്തിനും ഞങ്ങളുടെ കർത്താവ് മാത്രം യോഗ്യൻ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് മഹത്വം കരേറ്റുന്നു. നമ്മുടെ സഭയുടെ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ്. നമ്മൾ ഇത്രത്തോളം സമയം
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുകയും ചേർന്ന് പാടുകയും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെല്ലും. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കൗൺസിൽ സഭാ സെക്രട്ടറി പ്രിയ അലക്സാണ്ടർ PS അച്ചായന്, ജോയിൻറ്റ് സെക്രട്ടറി അനു ജേക്കബ് സാറ്, ട്രഷററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ അജു പണിക്കർ, ജോയിൻറ്റ് ട്രഷറർ ബ്രദർ എബ്രഹാം ഫിലിപ്പ്, മറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, പുത്രികാ സംഘടനകൾക്ക് അനുഗ്രഹീത നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അയൽ സഭകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സഹോദരങ്ങൾ, ദൈവദാസന്മാർ, ആമേൻ, വിശേഷാൽ നമ്മളേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷിക്തദാസൻ, ആമേൻ, പാസ്റ്റർ ഫിനി ജേക്കബ്, തിരക്കുകളുടെ മധ്യത്തിലും നമ്മൾ, ആമേൻ, സ്തോത്രം, ഇവിടുത്തെ കൺവെൻഷന് വേണ്ടി ക്ഷണിച്ചപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ കടന്നു വരാമെന്ന് അറിയിക്കുകയും ഈ ഒരാഴ്ച നമുക്കെല്ലാവർക്കും അറിയാം ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ, ആമേൻ, നാഷണൽ പ്രസിഡൻ്റായിട്ട് കർത്താവിൻ്റെ ദാസൻ സേവനമനുഷ്ഠിക്കുമ്പോൾ വളരെ തിരക്കുകളുടെ മധ്യത്തിലാണ് ഈ നാളുകളിലായിരിക്കുന്നത്. എന്നാൽ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച്, ആമേൻ, ഈ ദിവസങ്ങളിലുള്ള പ്രോഗ്രാമുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ മധ്യയെ കടന്നു വന്ന് ദൈവവചന ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെയും ഈ കൺവെൻഷനിലേക്ക് പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു, വന്ദനം ചൊല്ലുന്നു. ആമേൻ. എൽഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ആമേൻ കൺവെൻഷൻ അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ആമേൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ എല്ലാ മീറ്റിങ്ങുകളിലും നമുക്ക് കടന്നു വരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. 100-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് യഹോവയെ ആർപ്പിടുവാൻ കർത്താവ് സഹായിക്കണം. എങ്ങനെ ആർപ്പിടണം? സന്തോഷത്തോടെ ആർപ്പിടുവാൻ, ഉച്ചത്തിൽ കർത്താവിന് മഹത്വം കരേറ്റുവാൻ. ഞാനതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ഏറെ സന്തോഷിക്കുകയുണ്ടായി. ആമേൻ. നാം നമ്മുടെ ദൈവത്തെ അറിയാതെയല്ല, ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരാ. 3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അവിടെ എഴുതിയിരിക്കുക, യഹോവ തന്നെ ദൈവം എന്നറിവേൻ. അവിടുന്ന് മാത്രമാണ് സർവശക്തനായ ദൈവം എന്നറിഞ്ഞുകൊണ്ട് ആ കർത്താവിനെ ആർപ്പിടണം, കർത്താവിന് മഹത്വം കരേറ്റണം. 2, അവൻ നമ്മെ ഉണ്ടാക്കി എന്ന് നാം അറിയണം. അവിടുത്തെ കരങ്ങളാൽ അവിടുന്ന് നമ്മെ മെനഞ്ഞെടുത്തു എന്ന യാഥാർത്ഥ്യം നാം അറിയണം. 3, അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകൾ. നമുക്കൊരു ഇടയനുണ്ടെന്നോ, അവിടുത്തെ കരങ്ങളിലെ ആടുകളാണ് നാം എന്നുമുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ സ്തോത്ര ഹൃദയത്തിൻ്റെ അകത്ത് നിന്നറിയാതെ സ്തോത്രം ഉയരുവാനിടയായിത്തീരും, അറിയാതെ ആർപ്പുയരുവാനിടയായിത്തീരും. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, എന്തുകൊണ്ടാണ് സ്തോത്രം ചെയ്യണ്ടേ? അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തത കേവലം ഒരു തലമുറയ്ക്കല്ല, തലമുറയോളം നിലനിൽക്കുന്നു. നമുക്ക് ഒരുമിച്ച് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാനായിട്ട് കഴിയുമോ? യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ ആമേൻ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ അഭിഷിക്തദാസനെ വളരെ ബഹുമാനത്തോടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി മുമ്പോട്ട് ക്ഷണിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ഇവരോടും സംസാരിക്കുമാറാകട്ടെ. It's a great joy for me to be here, and I enjoyed the real presence of God as I came in and as I was here attending different meetings. But tonight is an entirely different meeting, I understand. In the Ratri, ഒരു വ്യത്യസ്ത നിലയിലുള്ള മീറ്റിങ്ങിലാണല്ലോ നാം ആയിരിക്കുന്നത്. OPIയുടെ കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിക്കുവാൻ ദയ തോന്നുകയും മനസ്സ് തോന്നുകയും ചെയ്ത നിങ്ങളോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കൗൺസിൽ പ്ലസ് ദ പാസ്റ്റർ, ഐ വാണ്ട് ടു സേ താങ്ക് യു. എനിക്ക് ഒത്തിരിയായിട്ട് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഏറ്റവും വലിയവനും ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ രക്ഷിച്ച് അവിടുത്തെ രാജ്യത്തിലെ പുരോഹിതന്മാരാക്കി
അവിടുത്തെ രാജ്യമാക്കിയെന്ന് ഒരു വേർഷൻ പരിഭാഷ കൊടുക്കാം. ഏതായാലും നമ്മളെ ആദരിച്ച കർത്താവിന് നമുക്കൊരു ഹൃദയം നിറഞ്ഞ് ഏറ്റവും അധികം പ്രശംസ അവനാ ഉള്ളത്, ഏറ്റവും അധികം സ്തുതി അവനാ ഉള്ളത്. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവന് കൊടുക്കാനുള്ളതാണ്. ഈ ശരീരം അവന് യാഗമായി കൊടുക്കാനുള്ളതാണ്, ഈ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഷോർട്ടായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെല്ലാവരെയും ഞാൻ കർത്തൃ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇവിടെ വരുവാൻ സാഹചര്യം ഒരുക്കി തന്ന ഈ കൗൺസിൽ എനിക്ക് എന്നെ എയർപോർട്ടിൽ വളരെ ഹൃദയംഗമായി ഉള്ള സ്വീകരണം തന്നു. അതിനുശേഷമുള്ള അക്കോമഡേഷൻ ലഭിച്ച ആഹാരം മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞാൻ വളരെ സ്നേഹവും കടപ്പാടും സഭയോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും അറിയിച്ചുകൊണ്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒത്തിരി ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ താല്പര്യം എൻ്റെ ഹൃദയത്തിലില്ല. മഹത്വവും മാനവും കർത്താവിന് ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊണ്ട് യോഹന്നാൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ്, ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്ക് വളരെ പരിചയമായ വാക്യമാണ്. വായിക്കാം. ഒരാൾ വായിക്കുമോ? 1 John 3:8. ല്ലോ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ നിങ്ങളുടെയും ഗതി വളരെ വളരെ മോശമായിരുന്നേനെ. നമ്മുടെ ഹൃദയം നിറഞ്ഞ ദൈവത്തിന് സ്തോത്രം പറയേണ്ടവരാ യേശുവിനെ നമുക്ക് വേണ്ടി അയച്ചതിന്. അത് മനസ്സിലാകാത്തവരാ വായടച്ചിരിക്കുന്നേ. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടുണ്ടായ മാറ്റം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഒന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് രാത്രി അവൻ പ്രത്യക്ഷനായിട്ടുണ്ട്. പുസ്തകം എഴുതിയത് യോഹന്നാനാണ്. ഈ ലേഖനത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ പദം ദൈവപുത്രൻ എന്ന പദം. യോഹന്നാൻ ആരാണെന്നും യോഹന്നാൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. യോഹന്നാൻ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇന്നർ സർക്കിളിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. യോഹന്നാൻ സുവിശേഷം എഴുതി, 3 ലേഖനങ്ങൾ എഴുതി. നമ്മുടെ ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വെളിപ്പാട് കർത്താവ് അവനെ കാണിച്ചു കൊടുത്ത ഒരു ശ്രേഷ്ഠനായ മനുഷ്യനാണ്. കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും നടുവിൽ പതറാതെ, ട്രഡീഷൻ പറയുന്നതനുസരിച്ച് എരിയുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് പോലും ശാരീരികമായി കേടുവരുന്നില്ല തന്നല്ല, പത്മോസിലേക്ക് യാത്രയാക്കിയിട്ടും അവൻ്റെ വിശ്വാസത്തെ അവൻ തള്ളിപ്പറയാതെ പിടിച്ചു നിന്ന ഒരു ഭക്തനാണ്. ആ ഭക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ, ഒരു പുസ്തകം മുഴുവനും താൻ എഴുതി തീർക്കുമ്പോൾ അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും അതെഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ആ ഹൃദയത്തിലുണ്ടായിരുന്ന ഏറ്റവും ആഴമായ ഒരു കാര്യമുണ്ട്. 3 സുവിശേഷങ്ങൾ യേശുവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ പാരലൽ ഗോസ്പൽസ് എന്ന് വിളിക്കുന്ന, സമാന്തരമെന്നായിരിക്കും നല്ല മലയാളം. ആ സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സുവിശേഷം എഴുതിയ യേശുവിനോട് അടുത്ത് ഇടപെട്ട ഒരു ഭക്തനാണ്. ഭൗമിക മണ്ഡലത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ബന്ധം പറയാനാണെങ്കിൽ ഒരു കസിനോടെയാണ് നമ്മുടെ എഴുത്തുകാരനായ യോഹന്നാൻ. യേശുവിനെ നന്നായി അറിയുന്ന മനുഷ്യൻ. ഈ യോഹന്നാൻ ഈ പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ ഈ പുസ്തകമല്ല, തൻ്റെ സുവിശേഷം എഴുതി തുടങ്ങുമ്പോൾ വളരെ ആഴമായ ഒരു തിയോളജിക്കൽ അപ്രോച്ചും ഫാക്റ്റുമാണ് താൻ രേഖപ്പെടുത്തുന്നത്. ആഴമായുള്ള ദൈവശാസ്ത്രത്തിൻ്റെ പലർക്കും ഇന്നും കണ്ടുപിടിക്കാൻ, ആഴമായി പഠിക്കാനൊക്കെ കൊള്ളാവുന്നതും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുള്ള പദപ്രയോഗത്തോടായി തുടങ്ങുന്നത്. എന്നാൽ യോഹന്നാനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സാമാന്യക്കാരും പഠിപ്പില്ലാത്തവരുടെയും കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. ഒരു സ്തോത്രം പറയാമോ? സാമാന്യക്കാർക്കും പഠിപ്പില്ലാത്തവർക്കും കർത്താവിനെ കണ്ടുമുട്ടിയാൽ വെളിപ്പാടുണ്ടാകും. നല്ല സ്തോത്രം പറയുന്നവർക്കായി സ്തോത്രം. നമുക്ക് വലിയ പഠിത്തം തിയോളജിയിൽ വേണ്ട, പഠിത്തമുള്ളത് നല്ലതന്നെ. എനിക്കും ദൈവം സാമാന്യ വിദ്യാഭ്യാസമൊക്കെ തന്നിട്ടുണ്ട്. അതിൽ അഹങ്കാരമൊന്നും എനിക്കില്ല. അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് വെളിപ്പാട് വേണം.
സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, തങ്ക കിരീടത്തെ ഞാൻ അവൻ്റെ തലമേൽ വെച്ചിരിക്കുന്നെന്ന്. ആ തങ്ക കിരീടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ദൈവിക വെളിപ്പാടുകളാണ്. ഈ രാത്രിയിൽ നമുക്ക് വേണ്ടത് യോഹന്നാനെ പോലെ കർത്താവിനെ ശരിയായിട്ട് ഒന്ന് കാണാൻ. തന്നെ ഭൗമിക മണ്ഡലത്തിൽ തൊട്ടും കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞിരുന്ന യോഹന്നാന് ഈ ഒരു വ്യത്യസ്തമായ അറിവ് ഉണ്ടാകാൻ കാരണം പത്രോസ് പറഞ്ഞ പോലെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരു സാധാരണ വെളിപ്പാടല്ല, അസാധാരണമായൊരു വെളിപ്പാട് അവനുണ്ടായി. ഇവിടെ യോഹന്നാന് വളരെ വ്യക്തമായി തുടങ്ങുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം അറിയാവുന്നവർക്ക് ചേർന്ന് പറയാം, ദൈവത്തോട് വചനം ദൈവമായിരുന്നു. ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ്, യേശുവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ഒന്നിച്ച് ആയിരുന്നതിനെക്കുറിച്ച് നല്ലവണ്ണം വെളിപ്പെടുത്തുന്നതായ സുവിശേഷത്തിൽ അവൻ എഴുതി വരുമ്പോൾ ഉള്ള ആദ്യത്തെ നമ്മൾ നോക്കുമ്പോൾ 7 അത്ഭുതങ്ങൾ, സയൻസ് എന്നൊക്കെ എന്നെ വിളിക്കാം അത്ഭുതങ്ങൾ, എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള അത്ഭുതം, അങ്ങനെ 8 അത്ഭുതങ്ങൾ കൊണ്ട് അവൻ തെളിയിച്ച ഒരു കാര്യമേ ഉള്ളൂ, യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. സ്തോത്രം പറയാമോ? യേശുവിനെ ചരിത്രകാരനായി കാണുന്നവരുണ്ട്, യേശുവിനെ സോഷ്യൽ വർക്കറായി കാണുന്നവരുണ്ട്, യേശുവിനെ ജസ്റ്റ് മനുഷ്യനായി കാണുന്നവരുണ്ട്. എന്നാൽ യോഹന്നാന് പഠിപ്പില്ലെങ്കിലും യോഹന്നാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ കൂട്ടത്തിൽ നടന്നവനാണ്. ആ വീട്ടിൽ പലപ്പോഴും ഒന്നിച്ച് സഹകരിച്ച് കാണാം. പക്ഷേ അവൻ ഈ മനുഷ്യനെ കാണുമ്പോൾ ഇവൻ മനുഷ്യനല്ല, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതുപോലെ യേശുവുമായി സഹകരിക്കുന്ന, തിരുവെഴുത്തുകൾ വായിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾക്ക് ആ വെളിപ്പാടുണ്ടായാൽ നിങ്ങൾ നിത്യജീവനിലേക്കുള്ള യാത്രക്കാരായിട്ടുണ്ട്. നമ്മൾ കേവലം ഇവിടം കൊണ്ട് തീർക്കാനാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അരിഷ്ട മനുഷ്യരെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് വ്യക്തമായ ഒരു കാര്യം യോഹന്നാൻ ആവർത്തിച്ച് പറയുകയാണ്, യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആമേൻ. അവനിൽ വിശ്വസിച്ചിട്ട് നിത്യജീവനുണ്ട്. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പറഞ്ഞു പോകാനായിട്ട് ഞാൻ രാത്രിയിൽ അങ്ങനെ സമയമെടുക്കുന്നില്ല. നമ്മുടെ ആ വേദഭാഗത്തേക്ക് വരാനാണ് എൻ്റെ കൂടിയ താല്പര്യം. അപ്പോൾ ഇവിടെ ഈ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ. നിങ്ങൾ ആരുടെ മക്കളാകുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ്. സ്തോത്രം, 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 സ്തോത്രം. എനിക്കറിയാം നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചും ഒക്കെ നിങ്ങൾ വന്നതിന് ഞാൻ വളരെ പ്രശംസയുണ്ട്. ഞാനും ഒരു പരദേശി പ്രവാസിയുമായിട്ട് ഒരു വിദേശ രാജ്യത്ത് ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് ജീവിച്ചിട്ടുണ്ട് കുറച്ച് കാലം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് വന്നു. വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാം. എത്ര ക്ഷീണമുണ്ടെങ്കിലും അകത്ത് ജീവനുണ്ടെങ്കിൽ ചലനം കാണും. ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചലനം ഒട്ടുമില്ലാതെ ആകുമ്പോൾ അത് ചത്തതാണെന്ന് നമ്മൾ പറയും. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പമെങ്കിലും ചലനമുണ്ടെങ്കിൽ, ആമേൻ, ഈ നദി ചേരുന്നിടത്തെല്ലാം ചെറിയ ചലനമുള്ള പ്രാണികൾക്ക് പോലും ജീവൻ്റെ വ്യാപാരം ഉണ്ടാകും. യോഹന്നാൻ ഈ പുസ്തകം എഴുതുമ്പോൾ അതിൽ ഒരു പ്രധാന കാര്യം അവൻ കേന്ദ്രീകരിച്ച് പറയുന്നത്, അവനിൽ വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകുവാനും, സ്തോത്രം, സമൃദ്ധിയായി ഉണ്ടാകുവാനും. ഇന്ന് രാത്രി ചില മേഖലകളിൽ ജീവൻ്റെ വ്യാപാരം, ആമേൻ, ഉണ്ടാകുവാനുള്ള ഒരു ദിവസമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ വാ തുറന്ന് കർത്താവിനോട് പറയണം, അത് ചലനശേഷി നഷ്ടപ്പെട്ട, ആമേൻ, എൻ്റെ ആത്മമണ്ഡലത്തിൽ, ശരീരമണ്ഡലത്തിൽ, മൈനിൻ്റെ മണ്ഡലത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ ദൈവപുത്രൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുക തന്നല്ല, ദൈവപുത്രൻ ഒന്ന് വ്യാപരിച്ചിറങ്ങുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അവനെ ഒന്ന് സ്പർശിച്ചിട്ട് അവനിലൂടെ ജീവനുണ്ടാകുവാൻ. അപ്പോൾ ഇങ്ങനെ ദൈവപുത്രനായ ക്രിസ്തുവായി, കേവലം ഒരു മനുഷ്യനല്ല, അവൻ ദൈവപുത്രൻ, ദൈവവും മനുഷ്യനുമായി. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയാനൊക്കത്തില്ലല്ലോ, സമയം നമ്മൾ വളരെ ചിന്തിച്ച് കൈകാര്യം ചെയ്യണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ പിശാചിനെ കുറിച്ച് ഒരു ചെറിയ ചിത്രീകരണം ആവശ്യമാണ്, ദൈവപുത്രനെ കുറിച്ചും ആവശ്യമാണ്. പിശാച് എവിടെ നിന്ന് വന്നു? ഇന്നും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ സംശയങ്ങളുണ്ടാകാം. അനേകർ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സാത്താനെ എന്തിനാ ദൈവം ഉണ്ടാക്കിയത്? സാത്താനെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? ഉണ്ടാക്കിയെന്നാൽ ഞാൻ ഈ നല്ല മലയാളം പറയുന്ന ആളല്ല, ഇംഗ്ലീഷായി എനിക്ക് കൂടുതൽ സംസാര ശൈലി. അടുത്ത കാലത്ത് നാട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ആയി പിന്നെ ഒത്തിരി മലയാളം ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് വാക്കുകൾ എന്നിൽ നിന്ന് വന്ന് സഭ്യവാക്കേ പറയത്തുള്ളൂ. വന്നാൽ നിങ്ങൾ അതെന്നോട് ക്ഷമിക്കണം.
അപ്പോൾ ചിലപ്പോൾ ഞാൻ പ്രസംഗിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയുണ്ട്, അവൾ പറയും, ഡാഡി ചിന്തിച്ച് എൻ്റെ നേരെ എഗൻസ്റ്റായ ഒരു പ്രയോഗമാവും നടത്തിയത്, ചിന്തിച്ചതല്ലെന്ന് എനിക്കറിയാമെന്ന് എന്നോട് പറയും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപാകത വന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയാണെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞതിൻ്റെ കാര്യം, അല്ലെ അത് മതി, നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്താക്കുഴപ്പമെന്ന് പറയത്തില്ല, കുറച്ച് പേർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചില വാക്കുകൾ മനഃപൂർവ്വമല്ലാതെ എന്നിൽ നിന്ന് വരും. അപ്പോൾ ഇന്ന് രാത്രി പിശാചിനെ ഉണ്ടാക്കി എന്നുള്ള പദം കൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തിയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം സൃഷ്ടിപ്പിൻ്റെ ചരിത്രത്തിലേക്കെന്ന ദൈവത്തിൻ്റെ സൃഷ്ടി ചരിത്രത്തിൽ വരുമ്പോൾ we don't see that there is a creation of an evil one. God created things, God created man, and he looked at all of these things and said it is good. നല്ലതെന്ന് ദൈവം, ചിലതിനെ ഏറ്റവും നല്ലതെന്ന് ദൈവം വിചാരിച്ചു. ഇന്ന് രാത്രി മറന്നു പോകരുത്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല. നമ്മുടെ പിതാക്കന്മാരുടെ കുറ്റമെന്ന് പറഞ്ഞ് തൊഴിയാനൊക്കത്തില്ല. പാപം അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള എല്ലാവരിലും വ്യാപരിച്ചതുകൊണ്ട് പല കുഴപ്പങ്ങൾ നമുക്ക് സംഭവിച്ചു പോയി. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുവാനായി ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു. അതിനൊരു നന്ദി നമ്മൾ പറയണം. അപ്പോൾ പിശാച് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ പ്രധാനമായ ടീച്ചിങ്ങിൽ ഉൾക്കൊള്ളുന്ന കാര്യം. ദൈവം സൃഷ്ടിച്ച് അവനെ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആക്കിയിരുന്നെങ്കിലും അവനിൽ അഹന്ത കയറിയത് കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരം. ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത പ്രശ്നമാണ്. അവനവന് ഒരു നിലയുള്ളത് അവർ മറന്നുപോകും. ഞാൻ ആരാണ്, ഇവിടെ വന്നാൽ എനിക്ക് എന്താ എൻ്റെ സ്ഥാനമെന്ന് തിരിച്ചറിയാൻ എനിക്ക് പ്രാപ്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. എൻ്റെ വീട്ടിൽ ഞാനൊരു അപ്പനാണ്, ഒരു ഭർത്താവാണ്, ഒരു നടത്തിപ്പുകാരനായ ലീഡറാണ്. എനിക്ക് ആ സ്ഥാനം എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ലോകമെല്ലാം അറിയാൻ തുടങ്ങും എന്നെക്കുറിച്ച്. ഹലോ, ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കിയാൽ ആ സ്ഥാനം സന്തോഷത്തോടെ തൃപ്തിയോടെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ആ സ്ഥാനത്തിൽ നിന്ന് ഉയർച്ച ദൈവം തരും. എന്നാൽ തന്നെത്താൻ ഒരുത്തൻ ഉയർത്തിയാൽ അവൻ താഴ്ത്തപ്പെടും. നിങ്ങൾ അല്ലേലിയ പറയുന്നത് കേൾക്കാൻ സന്തോഷമുള്ളത് കൊണ്ടല്ല, എനിക്ക് ഈ അല്ലേലിയയും സ്തോത്രം കേൾക്കുമ്പോൾ ഒരു ഉന്മേഷമാണ്. കാര്യം ഞാനിത് ഒത്തിരി പറയുന്ന ആളാണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചാണ് ഞാൻ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നു, എനിക്ക് സാമാന്യ വിദ്യാഭ്യാസം കൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഇന്ന് മെയിൻ സ്ട്രീം പെൻറ്റിക്കോസ്റ്റൽ ചർച്ചസിൻ്റെ ഒരു ലീഡർ, ഒരു ജനറൽ പ്രസിഡൻ്റാണ് ഞാൻ. പക്ഷേ എന്താ ഞാൻ ഈ തുള്ളുന്നതെന്ന്, എനിക്ക് തുള്ളുന്നത് ഇഷ്ടമാണ്. ഞാനൊരു പ്രസിഡൻ്റ് എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ആളല്ല, ഞാനൊരു ദൈവ പൈതലാണ്. എൻ്റെ അപ്പൻ്റെ മുമ്പിൽ അവൻ തന്ന സ്നേഹവും അവൻ എനിക്ക് തന്ന ദാനങ്ങളും അവൻ എനിക്ക് തന്ന ആരോഗ്യവും 74-ാമത്തെ വയസ്സിലും നൃത്തം ചെയ്ത് ആരാധിച്ച് പാടാൻ വെക്കുമ്പോൾ എനിക്ക് പിന്നെയും തുള്ളിയില്ലെങ്കിൽ തുള്ളൽ നിന്ന് പോയാൽ പിന്നെ ഈ കൈകാലുകളൊക്കെ അങ്ങ് സ്റ്റിഫാകും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, ആരുടെയെങ്കിലും മുഖം വളരെ ഡിപ്രസ്ഡായിട്ടിരിക്കുന്നെന്ന് തോന്നിക്കുന്നെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള, വല്ലപ്പോഴും ഒന്ന് ചിരിച്ച് ദൈവത്തിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി നല്ലൊരു സ്തോത്രം പറഞ്ഞ് അപ്പച്ചൻ്റെ മുഖരൂപം കണ്ട് ഞാൻ തൃപ്തിയാകുമെന്ന് പറയാൻ ഒരു സാഹചര്യം എടുത്താൽ these muscles will relax and you look better and you look handsome and beautiful. ഇന്ന് രാത്രിയിൽ ദൈവം ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ദൈവപുത്രൻ ഇവിടെ വന്നിട്ടുണ്ട്. പിശാച് വന്നത് എങ്ങനെ വന്നു? എസേക്കിയേലിൻ്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12 വായിക്കേണ്ട സമയത്തെ നമ്മൾ ബഹുമാനിച്ച് വാക്യങ്ങൾ നമുക്കറിയാം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ്, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് കണ്ടു. ഓ സ്തോത്രം. ഞാൻ ഈ ചെറുപ്പത്തിൽ കൊച്ചു ഗ്രാമത്തിൽ വളർന്ന ആളായിരുന്നത് കൊണ്ട് നക്ഷത്ര പകർച്ച കാണാൻ, ഇവിടെ ഇരിക്കുന്ന ഇങ്ങരുടെ പേര് ഐസക്കാന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പൊടിമോനും ഞാനും എല്ലാം അക്കരെ ഇക്കരെ, ആറിൻ്റെ അച്ചൻകോവിലാറിൻ്റെ അങ്ങേക്കരയും ഇങ്ങേക്കരയും, അങ്ങേരെ എന്നെ കഴിച്ചോട്ട് ഇളയതാണെന്നേ ഉള്ളൂ, വളർന്നവരാ. അപ്പോൾ എങ്ങനെ നക്ഷത്ര പകർച്ചയുണ്ട്, വാൽ നക്ഷത്രം ഉണ്ടെന്നൊക്കെ ഒണ്ടേലും ഇല്ലേലും ആൾ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും മേപ്പോട്ട് നോക്കും ചെറുപ്പകാലങ്ങളിൽ. ഹലോ, അപ്പോൾ ഇവിടെ ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം താഴേക്ക് വീഴുന്നെങ്കിൽ മിന്നൽ പോലെ ശോഭയുള്ള
ഇവൻ്റെ വിവരണങ്ങളെക്കുറിച്ച് എസേക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ നോക്കുമ്പോൾ ഇവൻ്റെ കൈ ഒന്ന് വിടർത്തിയാൽ നിങ്ങളിവിടെ പാടുന്ന പാട്ട് മനോഹരമായിരിക്കുന്നു, അപ്രീഷിയേറ്റ് ഇറ്റ്. ബട്ട് അങ്ങനൊന്നുമല്ല, അവൻ്റെ കൈ ഇങ്ങനെ വിടർത്തുമ്പോൾ തന്നെ ആ മ്യൂസിക് എത്ര ഹാർമോണിയസ് ആയിട്ടാണ് ആ കൊയറിൻ്റെ ആ പരിപാടി നടക്കുന്നതെന്നറിയാമോ? എൻ്റെ വീട്ടിൽ ഞാനൊഴിച്ച് എല്ലാവരും പാട്ട് പാടുന്നവരാ. എന്നെ പാടാൻ നിർത്തിയാൽ നിങ്ങളും ഇപ്പോൾ എഴുന്നേറ്റ് പോകും. എന്നാൽ ഒരു കാര്യം, പാട്ട് എൻജോയ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അത്ര മനോഹരമായ സ്വരമുള്ള, അത്ര ആകർഷണീയരായ ദൂതഗണങ്ങൾ, അവരെ നിർമ്മിച്ചതായ വിലപ്പെട്ട വിലയേറിയ മെറ്റീരിയൽസിൻ്റെ വാല്യൂ ഒക്കെ എടുത്താൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ഒക്കുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അവർക്ക് ഇച്ചിരി അഹന്ത ഉണ്ടായാലും ഒരു കുറ്റവുമല്ല. അവർക്ക് അതിന് പറയാൻ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അവരുടെ നിരൂപണം മാറാൻ തുടങ്ങി. ചിലർക്ക് നല്ല കാര്യങ്ങളിലൂടെ തന്നെ, നല്ല ചിന്തകളിലൂടെ തന്നെ തെറ്റായ സ്ഥലത്തേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ടാകും. അവരുടെ ഹൃദയത്തിൽ വലിയ ആവേശം ഉണ്ടാകാൻ തുടങ്ങി. ഇവരുടെ പാട്ട് കേട്ടാൽ ആരും തലകുനിച്ച് നിൽക്കും, ഇവരെ കണ്ടാലും ആരും തലകുനിച്ച് നിൽക്കും. പക്ഷെ അവർക്കൊരാഗ്രഹം, നല്ല ആഗ്രഹമായിരിക്കാം, എനിക്ക് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആമേൻ കൂടെ പോയിരിക്കണമെന്ന്. അങ്ങനെയുള്ളായിരുന്നെങ്കിലും എങ്ങനെയും സഹിച്ചേനെ, അവൻ്റെ സിംഹാസനം പിടിച്ചെടുക്കണമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലപ്പോഴും ഞാൻ യൗവനത്തിൽ 30 വയസ്സൊക്കെ ഉള്ളപ്പം എനിക്ക് പാടാൻ അറിയത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളൊക്കെ പാടുന്നവരാണ്. ഇവരുടെ കൂട്ടൊന്ന് പാടിയാൽ കൊള്ളാമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അതിനുള്ള പരിശ്രമം ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഭാഗവരെ വരുത്തി ഒരല്പം സരിഗമ പദനി സ സ സ സ മാ 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 പാ 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 ഒക്കെ പഠിച്ചാ. പക്ഷെ പഠിച്ച് അവരെ പഠിക്കാതെ കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പരാജയപ്പെടുക. ഞാൻ ഭാഗവതരോട് പറഞ്ഞു ഇനിയും വരണ്ട എന്ന്. എന്നാൽ എൻ്റെ ഭാര്യയും മക്കളും അവർ ഇത് പഠിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ മാറിയിരിക്കത്തേ ഉള്ളൂ. ഒരു ഭാഗവതർ എന്നോട് പറഞ്ഞു, ഈ ഹാർമോണിയത്തിൻ്റെ ഈ കട്ടയുടെ മണ്ടയ്ക്ക പാസ്റ്ററുടെ ഭാര്യ പാടുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ വരുന്നില്ലെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ഗാനങ്ങൾ ആലപിക്കുന്നവർക്കെതിരെയല്ല. ഏത് പൊസിഷനിൽ നമ്മൾ വന്നാലും ഒരു നിലവാരത്തിൽ നമ്മൾ എത്തുമ്പോൾ ആ നിലവാരത്തിൽ ദൈവം നമ്മെ കൊണ്ടെത്തിച്ചതിന് നന്ദി പറഞ്ഞ് ദൈവത്തിൽ നിന്നുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ച പരാജയം വരത്തില്ല. അവൻ പറഞ്ഞു, ഞങ്ങൾ ദേവപർവ്വതത്തിൽ കയറും, എൻ്റെ സിംഹാസനം എന്ത് ചെയ്യും, അതിന് മീതെ ഞാൻ സ്ഥാപിക്കും. അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് നിരൂപണം അറിഞ്ഞ ദൈവം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ പോലെ, ഇവനെ വെട്ടി താഴെ കളഞ്ഞു. നമ്മുടെ നാട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ, പാപി ചെല്ലുന്നിടം ദൈവഹിതം വിട്ട് ആര് ജീവിച്ചാലും, ദൈവഹിതത്തിന് വിരുദ്ധമായി ഒരു കുടുംബമോ ഒരു കുടുംബത്തിലെ വ്യക്തികളോ, ദൈവവിരുദ്ധമായി ഒരു സമൂഹമോ ആ സമൂഹത്തിൻ്റെ നേതൃത്വങ്ങളോ, ഒരു ദൈവവിധത്തിന് വിരോധമായ ഒരു രാജ്യമോ ഒരു സാമ്രാജ്യമോ അതിൻ്റെ നേതൃത്വങ്ങളോ മുന്നോട്ട് വന്നാൽ ദൈവം അത് ടോളറേറ്റ് ചെയ്യത്തില്ല. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു സ്തോത്രം. നിങ്ങളെ ശൈലി അതാണെന്ന് അറിയാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുക, സാത്താൻ ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മുടെ ഉള്ളിലും കൊണ്ടുവരും. എന്നാൽ അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ, അതിൽ നമ്മളെ അഴിച്ചു മാറ്റാൻ ദൈവപുത്രൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ നമ്മൾ സാത്താന് എങ്ങനെ വന്നു? എസേക്കിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സ്തോത്രം, അകൃത്യം അവൻ കണ്ട നാൾ വരെ അവൻ നടപ്പിൽ, സ്തോത്രം, ഹി വാസ് പെർഫെക്റ്റ് ഇൻ ഹിസ് വേസ്. നടപ്പിൽ എന്ന ബാക്കി എനിക്ക് മലയാളത്തിൽ അറിയാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞ്, അവൻ തികഞ്ഞവനായിരുന്നു, ഒരു കുറവില്ലാത്തവനായിരുന്നു. എന്നാൽ എത്ര കുറവില്ലാത്തവനായിരുന്നാലും ദൈവഹിതം വിട്ടുള്ള നടപ്പ് ആരംഭിച്ചാൽ, ദൈവഹിതം വിട്ടുള്ള യാത്രകൾ ആരംഭിച്ചാൽ ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കേണ്ട. ദൈവം അത് ടോളറേറ്റ് ചെയ്യത്തില്ല. ദൈവം അതിൻ്റെ മേൽ നടപടി എടുക്കും. നമ്മൾ അറിയാതെ കണ്ട് തന്നെ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയിരിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ദുഷ്ടനെ, ഞാൻ പിന്നെ അതിലെ വന്നപ്പോൾ അവനെ കണ്ടില്ല. അവൻ സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ, പച്ചച്ചെടി പോലെ വളർന്ന് തഴച്ചൊക്കെ നിൽക്കാം, പക്ഷേ നീതിമാൻ പന പോലെ തഴയ്ക്കും. മരുഭൂമിയിൽ താമസിക്കുന്ന നിങ്ങൾക്കറിയാം പനയെക്കുറിച്ചും. മരുഭൂമിയിൽ അത് വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിലും അവൻ അടിപൊളിയായിട്ട് തഴച്ച് തന്നെ നിൽക്കുന്നത് കാണാൻ കഴിയും. ഇന്ന് രാത്രി നീ ഒറ്റപ്പെട്ടാലും,
നീ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് നിനക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ ആയിരുന്നാലും നീ മറന്നു പോകരുത്. എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്തുവാനും വളർത്തുവാനും, എൻ്റെ ദൈവത്തിന് സാമ്പത്തികമായി അല്ലാത്ത മേഖലകളിലും കുടുംബ ബന്ധങ്ങളിലും എന്ന് വേണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നിൻ്റെ തലമുറകൾക്കും വളർച്ചയും തളർച്ചയും കൊടുക്കുവാൻ പരസഹായമൊന്നും വേണ്ട. ദൈവം മാത്രം മതി. ദൈവം ഒരുവനെ ഉയർത്തിയാൽ, അവൻ്റെ കുടുംബത്തെ ഉയർത്തിയാൽ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ അവൻ്റെ ദയ എന്നേക്കുമുള്ളതാ, തലമുറ തലമുറയായി. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇന്ന് പല പ്രാവശ്യം ഇന്നലെയൊക്കെ ഓർത്തു പൊടിമോൻ്റെ കാര്യം. പൊടിമോൻ്റെ ശമേൽ ചായനെന്ന് ഞങ്ങളൊക്കെ വിളിച്ച ഹിസ് ഫാദർ. ആ വീട്ടിലെ ഈ മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചതിനൊരു രഹസ്യമുണ്ട്. ആ പിതാവ്, ആ മാതാവ് വെള്ളം പൊങ്ങിക്കിടക്കുമ്പോഴും വെള്ളം വറ്റിക്കിടക്കുമ്പോഴും നദി തോണ്ടിയും നാട് കടന്നും ഒക്കെ വന്ന് ദൈവത്തെ ആരാധിച്ച് ഒരു തലമുറ. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയാ. ഞാനും അങ്ങനെ വന്ന ഒരാളാ. എന്നാൽ മറക്കരുത്, എന്നെ ഏൽപ്പിച്ചെടുത്ത് ഞാൻ നിന്നാൽ ദൈവം എന്നെ പിന്നെയും ഉയർത്തും. പ്രായമൊരു പരിധിയല്ല. നീ ആരാണെന്നുള്ളതിനും പരിധി കർത്താവ് വെൽക്കയില്ല. നീ എവിടെ കിടന്നെന്ന് കർത്താവിന് അറിയാം. അവിടെ നിന്നെ ഇട്ടേക്കയില്ല. നിനക്കൊരു ട്രാൻസ്ഫർ ഉടനെ കിട്ടും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവചിക്കുകയല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, താഴ്ന്ന ഹൃദയമുള്ളവനെ, ഹി ദാറ്റ് ഈസ് ഹംബിൾ ഗോഡ് വിൽ. ആമേൻ, ആമേൻ. അതുകൊണ്ട് പിശാചിന് അഹങ്കാരം കയറിയപ്പോൾ ഇവന് അകൃത്യം അവനിൽ കണ്ടപ്പോൾ, സ്തോത്രം, അവൻ്റെ പ്രവൃത്തിയിൽ അവൻ തെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ തള്ളി. അങ്ങനെ ദൈവം സൃഷ്ടിച്ച മനോഹര രൂപികളായ, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന പ്രഷ്യസ് മെറ്റൽസിനെ കൊണ്ടുണ്ടാക്കിയ ഈ ദൂതന്മാരിൽ ഒരു കൂട്ടം ആളുകൾ തള്ളപ്പെട്ടു. 3 ബറ്റാലിയൻ ഓഫ് ഏഞ്ചൽസ് were there. അതിൽ ഒരുന്നിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന ആളാ ലൂസിഫറിൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഒന്നിച്ച് ഗ്യാങ് അപ്പ്, അല്ലാണ്ട് ഒരു ദൂതം വിചാരിച്ച കാര്യമല്ല നമ്മൾ ഈ കേൾക്കുന്നത്. അവർ ബറ്റാലിയൻ മൊത്തമായി അവരുടെ ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവസിംഹാസനത്തിൻ്റെ ഗാർഡ്സ് ആയിട്ട് നിൽക്കുന്നവരാ. അപ്പോൾ ഒരു വലിയ പ്രസിദ്ധനായ ദൈവദാസൻ പറഞ്ഞു, കർത്താവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നിച്ച് അവരുടെ കോൺഫറൻസ് കൂടുമ്പോൾ ഇവരാണ് ഇച്ചിരി ഡിസ്റ്റൻസ് വിട്ട് ദൂരെ നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഭൂമിയെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, മനുഷ്യനിവിടെ വരുമ്പോൾ എങ്ങനെ ജീവിക്കേണ്ടെന്നൊക്കെ എല്ലാ ക്രമീകരണം പറയുന്നതെല്ലാം അവരിൽ കാണുന്ന തേജസ്സും ഓജസ്സും അവർക്കുള്ള അധികാരവും പവറും കണ്ടപ്പോൾ ഇവനും ഒരു വിചാരം, ഇച്ചിരി എനിക്ക് കിട്ടിയാൽ നമുക്കെല്ലാവർക്കും കൂടെ ദൈവത്തെ പിടിച്ച് കെട്ടിയിടാം, നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാവുന്നൊരു ചിന്ത. ഇന്നൊരു കാര്യം പറയാം, ദൈവഹിതത്തിന് വിരുദ്ധമായോ ദൈവത്തോട് മത്സരിച്ചോ നമ്മൾ വിജയിക്കത്തില്ല. നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവനാക്കിയ സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരായി നിലകൊണ്ടാൽ, നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിന് വിചാരകരാക്കും. ചിലർക്ക് വിചാരകത്വത്തിൻ്റെ പേരിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ന്യായമായ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ചില മേഖലകളിൽ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുക, ഇന്ന് ദൈവസന്നിധിയിൽ നീ താഴുകയും ദൈവ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു ജീവിതത്തിൽ ഏൽപ്പിക്കുകയും ചെയ്താൽ ദൈവം ആർക്കും ഹല്ലേലൂയ മുഖപക്ഷം കോടുടെ ഇടപെടുന്നവനല്ല. അവൻ്റെ പ്രവൃത്തി ഈ രാത്രി ഞാൻ ഏറ്റുപറയുന്നു, സംഭവിക്കും. നിങ്ങളിൽ ചിലരെ അവൻ ഉയർത്താൻ തയ്യാറാ. യേശു വന്നത് തന്നെ ഈ പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച, അവന്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മെ വിടുവിച്ച, അവനെ അഴിച്ചു മാറ്റി നമ്മൾ ജീവന്റെ വ്യാപാരം അയക്കാനാണ്. അപ്പോൾ ഈ ദൂതന്മാർ താഴെ വീണവർ പിന്നെ അറിയപ്പെട്ടിരുന്നത് ഡബിൾ സൈറ്റൻ. നമ്മുടെ മലയാള ഇംഗ്ലീഷുകാർ പറയുന്ന ഡയമണ്ട്സ് എന്നൊക്കെയാ, വേറെ ഒരു കൂട്ടർ പറയുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെ പലതരത്തിലായി ഇവരെ അറിയുന്നു. ഒന്ന് പിശാച് എന്ന് നമ്മളങ്ങ് പറയുന്നു. കിങ് ജെയിംസ് വേർഷൻ ഓഫ് ദി ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം സൈറ്റൻ, പിന്നെ നമ്മൾ ഡബിൾ, പിന്നെ ഡീമൻസ് എന്ന പുതിയ നിയമത്തിലൊക്കെ കൂടുതൽ നമ്മൾ കാണും. അവസാന പുസ്തകത്തിൽ വരുമ്പോൾ പഴയ പാമ്പായ, സ്തോത്രം, പിശാചിനെ ആരും വിചാരിക്കരുത് പാമ്പ് പിശാചാന്ന്. പണ്ട് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്ന ഒരു കൊച്ചൻ ഞങ്ങളുടെ വീട്ടിൽ പ്രാവിനെ വളർത്തുമായിരുന്നു. അപ്പോൾ ഈ ബൈബിൾ സ്കൂളിലെ പിള്ളേർ ഞങ്ങളെ കണ്ട് ഒരു സ്ഥലത്ത് പോയപ്പം
ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അവർക്ക് ശുണ്ടിയുണ്ട്, പൊടിമോനൊക്കെ അറിയാം, ഒത്തിരി എണ്ണം ഇങ്ങനെ പഠിക്കുന്നൊരു സ്ഥാപനമായിരുന്നു. ഞങ്ങളെ കണ്ട് പോയിച്ച് വന്നപ്പോൾ അവിടെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ പഠിക്കുന്നുണ്ടായിരുന്നു. അവൻ സിൻസിയറായ മനുഷ്യനാണ്. അവനെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവർ ഇങ്ങനെ കാണിക്കുന്ന കണ്ടപ്പോൾ അവനാകെ ഒരു വിഷമം. അവൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ചായ എനിക്ക് സത്യം പറഞ്ഞു നോക്കൂ, ഇവന്മാരെല്ലാം കൂടി ഇന്നലെ പരിശുദ്ധാത്മാവിനെ പിടിച്ച് തിന്നു കളഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ തിന്നോ? അച്ചായന് മനസ്സിലായില്ലേ? അച്ചായൻ്റെ പ്രാവിനെ എല്ലാവരും, അവൻ്റെ വിചാരം പ്രാവ് പരിശുദ്ധാത്മാവും പാമ്പ് പിശാച്. അങ്ങനൊന്നുമല്ല. ഹലോ, പാമ്പ് പിശാചല്ല. പിശാച് പാമ്പിൻ്റെ മേൽ കയറിയാൽ പിന്നെ അവൻ്റെ സ്വഭാവം പിശാചിൻ്റെയാ. അത് പട്ടിയുടെ മേൽ കയറിയാലും എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാം. പക്ഷേ ഇന്ന് രാത്രി അതിനുള്ള സമയമല്ല. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭൂതം ബാധിച്ച ഒരാൾക്ക് പ്രാർത്ഥിച്ച് ഭൂതത്തെ പുറത്താക്കാൻ ചെന്നതാണ്. അയാളെ സ്നേഹമുള്ളൊരു പൂച്ചയുണ്ട്. എൻ്റെ കൂടെ വന്ന എല്ലാവരെയും അത് കടിക്കണം അതിന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ലീഡറെ കണ്ട് എന്നെ കടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഭയങ്കര അത്ഭുതമാണ്. ഈ പൂച്ച അവിടെ നിന്ന് ഇങ്ങനെ ഞരമിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പട്ടി വെള്ളി കിടപ്പുണ്ട്. ഈ പട്ടിയുടെ ദേഹത്തേക്ക് ഈ പിശാചി എന്ന് കയറി അത് തൊടല് പറിച്ച് ഞങ്ങളെ കടിക്കാൻ ഉണ്ടാതെ കിടന്ന പട്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ ഈ വിദ്യാഭ്യാസമുള്ള, ഞാനും വിദ്യാഭ്യാസമുള്ള, ഞാൻ മെൻ്റൽ ഹെൽത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. എനിക്കിന്ന് ആദ്യം ഇന്ത്യയിൽ വന്നൊക്കെ പറയുമ്പോൾ ഒന്നും വിശ്വാസമല്ലായിരുന്നു. അനുഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അത് മനുഷ്യനിൽ കയറിയാലും അത് മൃഗത്തിൽ കയറിയാലും നമ്മൾ കുഞ്ഞാടെന്ന് പറയുന്നത് എന്ത് സ്വർഗീയതയുള്ളതാണെന്ന് വിചാരിച്ചാലും കയറിയാൽ സ്വഭാവം അങ്ങ് മാറും. ഇന്ന് രാത്രി പിശാച് കയറിയാൽ തലമുറയുടെ സ്വഭാവം മാറും. ശകല ബാഠൂറാബ ഏറ്റെടുക്കാൻ ആളുണ്ടല്ലോ, അറിഞ്ഞു. അപ്പച്ചൻ്റെ സ്വഭാവം കൊച്ചന് വന്നതല്ല. വല്യപ്പച്ചൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ഇവൻ അങ്ങനെ ആയതല്ല. അവനെ നിയന്ത്രിക്കുവാൻ ഒരു പൈശാചിക ശക്തിയുടെ പ്രേരണ എവിടെയെങ്കിലും വന്നു കയറുമ്പോൾ നിങ്ങളെ അപമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ സൃഷ്ടാവിനെ അപമാനിക്കാൻ ഇങ്ങനെയുള്ള പോരുകൾ നമ്മുടെ തലമുറ വേണ്ടി ഇടും. എന്നാൽ ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വാസമുള്ളൊരു സ്തോത്രം ചെയ്യാൻ ആ കൈയടിച്ചു പറ, എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് പകൽക്കാലം അവൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ അപ്പോ സാത്താന്റെ പ്രവൃത്തി മനുഷ്യ മൈൻഡിലാണ്. സമയത്തെ ഓർത്ത ഞാൻ പെട്ടെന്ന് അങ്ങ് ജമ്പ് ചെയ്തു പോകുന്നത്. മനുഷ്യ മൈൻഡ്, ദ മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഗ്രൗണ്ട്. മൈൻഡ് ഈസ് ദ പ്ലേസ് വേർ സൈറ്റൻ കംസ് ഇൻ. ഹലോ, നമ്മൾ ചുമ്മാതിരുന്നാൽ മതി. ആൻ ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ദ വർക്ക്ഷോപ്പ് ഓഫ് ദ ഡെവിൾ. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ, ഒന്നും ചെയ്യാത്ത ഭർത്താവ് ഏതാണ്ട് ചെയ്തെന്നുള്ള ചിന്ത, ഒന്നും ചെയ്യാത്ത ഭാര്യ ഏതാണ്ട് കണ്ടോ അങ്ങനെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പുള്ളിക്കാർക്ക് ഒന്നും മനസ്സിലായതല്ല. സാത്താൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഏതോ കുഴപ്പമുണ്ട്, നീ ഇന്ന് പറഞ്ഞു വെച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങ് പറഞ്ഞോളൂ ഇങ്ങോട്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളെ സ്നേഹത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും തകർക്കാൻ വന്നവനാ പിശാച്. യേശു തന്നെ പറഞ്ഞു, അവൻ വന്നത് അറുക്കുവാൻ, കുടുംബത്തിലുള്ളതിനെ എല്ലാം ഛിന്നാഭിന്നമാക്കുവാൻ, അറുക്കുവാൻ, മുടിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ. ഈ രാത്രി അവൻ്റെ പ്രവൃത്തി ഉള്ള എല്ലാ ഭവനങ്ങളുടെ മേലും യേശുവിൻ്റെ അധികാരമുള്ള നാമം ഞാൻ ഉപയോഗിക്കുകയാണ്. എനിക്ക് പവർ ഇല്ലായിരിക്കും, പവർ ഉള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ നാമം ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പിതാക്കന്മാരിലുള്ള, നിങ്ങളുടെ മക്കളിലുള്ള അവന്റെ പ്രവൃത്തിയെ അഴിച്ചു മാറ്റുവാൻ മതിയെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശുവിന്റെ രക്തം ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, മെൻ്റൽ ഹെൽത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സസോ മെൻ്റൽ ഹെൽത്ത് തെറപ്പിസ്റ്റുകളോ ഒക്കെ കാണും. ഞാൻ വലിയ വിദഗ്ധനൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, സാത്താൻ മനസ്സിൽ കയറിയാൽ അവൻ ഇച്ചിരി ഇരിപ്പിട അവിടെ കൊടുത്താൽ നിങ്ങളെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അരിക്കലോ കുറേ കൂടെ പോയി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അരിക്കലോ ചെന്നാൽ ഒരു കാര്യവും ഇല്ലെങ്കിലോ അയാൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പേരൊക്കെ പറഞ്ഞു തരും.
സ്വത്രം പറഞ്ഞു, ഫാസ്റ്റാന്ന്. നല്ല സ്വത്രം പറഞ്ഞു. ഒരാളേലും വേണ്ട എനിക്ക്. ഞാനും ഈ പൈസ കിട്ടാൻ അന്ന് അവർക്ക് ജോലി ചെയ്യുമ്പോൾ ഞാനും ഇതൊക്കെ അവരോട് പറയും, ഇതാ കുഴപ്പമെന്നൊക്കെ. പിന്നെ ആദ്യം എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. സ്കിസോഫ്രേനിയ. സാധാരണക്കാരനോട് അതിന് ഞങ്ങൾ പറയുന്നത് സ്കിസി എന്നാണ്. ഇവർക്കൊക്കെ നേഴ്സസിനൊക്കെ അറിയാം. അതൊട്ടും മനസ്സിലാകാത്തതാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. പേരൊന്നും വിടണ്ട, ഇത് അവൻ്റെ പ്രവൃത്തിയാണ്. രാവിലെ ജോലിക്ക് പോകുന്ന അച്ചായൻ നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ട സ്ത്രീ, ഭാര്യ എല്ലാം കൊടുത്ത് നല്ല നിറച്ച് ആഹാരം കഴിക്കുമ്പോൾ സ്വത്രവും സ്തുതിയും ഒക്കെ പറഞ്ഞോ ഇല്ലോ എന്നറിയത്തില്ല. ഏതായാലും ചിരിച്ചും ഹാപ്പിയായിട്ട് പോകുന്ന തിരിച്ചു വരുന്നത് കൊല്ലാൻ വരുന്നതല്ല ഇങ്ങോട്ട് വരുന്നത്. ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല എന്താ ഈ അച്ചായൻ്റെ സ്വഭാവം ഇങ്ങനെ എന്നും ഇങ്ങനെ ആകുന്നതെന്ന്. ഹലോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇടപെടുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ ഭാര്യമാരോടോ ഭർത്താക്കന്മാരോടോ അല്ല, നമ്മുടെ തലമുറയോടല്ല, നമ്മുടെ വീട്ടിലെ അപ്പച്ചനോടും അമ്മച്ചിയോടും അല്ല, അമ്മായിയമ്മയോടല്ല, അമ്മായിയപ്പനോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ഒരു അദൃശ്യ ബീയിങ് ഉണ്ട്. ഇന്ന് രാത്രിയിൽ അവന്റെ മേൽ ആധിപത്യം എടുക്കുവാൻ എനിക്കൊരു അനുവാദം തന്നാണ് സ്വർഗത്തിലെ ദൈവം ഇവിടെ അയച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അവന്റെ പ്രവൃത്തിയുടെ മേൽ അവനെ ചോദ്യം ചെയ്യട്ടെ. അഴിയട്ടെ, ഭവനങ്ങളിൽ നിന്ന് പോരുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. സാത്താന്റെ പ്രവർത്തികൾ അത് ദുർനടപ്പ, വ്യഭിചാരം, മദ്യപാനം, വെറിക്കൂത്ത. ആരാധിച്ചോണെ, വിടുതലുണ്ടാകുക. വെറിക്കൂത്ത് പോകട്ടെ, വെറിക്കൂത്ത് പോകട്ടെ. യേശു വന്നത് ഇതൊക്കെ പുറത്താക്കാനാ. യേശു വന്നത് എന്നെ ക്ലീൻ ചെയ്ത അവനെ പോലെ ആകാനാണ്, നിത്യജീവൻ പ്രാപിപ്പാനാണ്. പിന്നെ ഡിപ്രഷൻ, മ്ലാനത എന്നാന്ന് തോന്നുന്ന മലയാളം എനിക്ക് പക്കാ മലയാളം അറിയില്ല, എനിക്കറിയത്തില്ല. ഒരു കുഴപ്പമില്ലാത്തവരും പറയും lately I've been a little depressed. ഞാൻ പറയും പ്ലീസ് ഡോണ്ട് സേ ദാറ്റ്. നിങ്ങളെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്. പിന്നെ എന്തോ ഈ ലേറ്റ്ലി ഇങ്ങനെ വന്ന് നീ പറയുന്നേ? തിരുവത്താട് എടുത്തോട്ട് അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടായിരിക്കും ഈ പറയുന്നേ. അതുകൊണ്ട് നിങ്ങൾ ഞാനൊരു വല്ലാത്ത മനുഷ്യനൊന്നുമല്ല, പാവുക. ഒരു കാര്യം നമ്മളോട് പറയാം, നമ്മളെ ജയാളികളാക്കുന്നത് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവ്. ജയിച്ചത് കൊണ്ടാണ് നമ്മൾ ജയാളിയാകുന്നത്. അവന്റെ നാമമാണ് നമ്മെ ജയിപ്പിക്കുന്നത്, അവന്റെ രക്തമാണ് നമ്മെ ജയാളിയാക്കിയത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാം അവനെ ജയിക്കുന്നത് നമ്മുടെ ടെസ്റ്റിമണിയുടെ വാക്കുകളാലാണ്. നമ്മുടെ വാക്കുകൾ പരാജിതമാണെങ്കിൽ, പരാജയത്തിന്റെ വാക്കാ നമ്മൾ പറയുന്നെങ്കിൽ വിജയം നമുക്ക് ഉണ്ടാകില്ല. പരാജയത്തിന്റെ നടുവിൽ വിശ്വാസത്തോടെ എന്റെ പൊന്നു സഹോദര ദൈവദാസ വിജയം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ തലമുറയുടെ മേൽ ആ വിജയം സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അന്ധകാര മണ്ഡലം അഴിഞ്ഞു മാറട്ടെ, നിരാശബോധം വിട്ടുപോകട്ടെ. അഥപലമന ആതുര ബലഘടനം മഞ്ജുല ധുരക ആബോരോട് അധിയസിയാലമാനഹദ. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. Glory to God. അഹങ്കാരത്തിന്റെ ശക്തികൾ, അന്യായ ബന്ധനങ്ങൾ, പൈശാചിക പോരുകൾ, ദുസ്വഭാവങ്ങൾ, ചില ഹാബിറ്റ്സ്,
ഹല്ലേലൂയ. വചനം പറയുന്നത് പിശാചിനോട് എതിർത്തു നിൽക്കാം. ചങ്ങാത്തം പിടിച്ചാൽ അവൻ നിന്നെ നശിപ്പിക്കും. അവനോട് എതിർത്തു നിൽക്കണം. സെൽഫോണിൽ അവൻ വരുന്നെങ്കിൽ അവനോട് എതിർത്തു നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ ടെലിവിഷനിൽ അവൻ വരുന്നെങ്കിൽ അവനോട് എതിർത്തു നിൽക്കണം. യേശുവിന്റെ ഗെയിംസ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന ഗെയിംസ്, അതാണെങ്കിൽ അവനോട് എതിർത്തു നിൽക്കണം. തലമുറയെ ഫിൽട്ടർ ചെയ്ത കാര്യങ്ങളെ കാണിക്കാവൂ, അല്ലെങ്കിൽ സാത്താന്റെ പ്രവൃത്തി ആ തലച്ചോറിൽ കയറി വീഴും. അറിവില്ലാത്ത ഒരാളല്ല സംസാരിക്കുന്നത്, അറിവാണ് ഞാൻ പറയുക. എന്നെ മുടിച്ചത് നശിപ്പിക്കത്തക്കവണ്ണം പ്രവർത്തിച്ച ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ എന്റെ ദൈവത്തെ സ്തുതിക്കുക. അവന്റെ നാമവും അവന്റെ രക്തവും അവന്റെ വചനവും എന്നെ വിടുവിച്ചു. എന്നെ എൻ്റെ നാട്ടിൽ അറിയാവുന്നവർക്കെല്ലാം ഒരു നല്ല വ്യക്തിയായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ നല്ല ഭക്തനായി. ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ പലർക്കറിയാം. അത്ഭുതങ്ങൾക്ക് ഉപയോഗിച്ച ഭൂതങ്ങളെ വീട്ടിൽ കെട്ടിയിട്ടുണ്ട് വരുന്ന ഭൂതത്തെ അഴിച്ചുവിടുന്ന ഒരു പിതാവായിരുന്നു. പൊടിമോനൊക്കെ സാക്ഷ്യം പറയും. എന്നാൽ ഞാൻ ഒരല്പം തലതിരിഞ്ഞത് എൻ്റെ അപ്പനും അറിഞ്ഞില്ല. സ്തോത്രം. ഞാനൊരു കുറച്ചു കാലം ഒരു സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ. പേരൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഞാൻ ചിലരോട് പറയും, അനുഭവം കൊണ്ട്, നിങ്ങളുടെ മകൻ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാമോ? നിങ്ങളുടെ മകൻ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഹലോ, ഞാൻ നിശബ്ദമാക്കുകയല്ല. എന്നെ ദൈവം നിയോഗിച്ചത്, നിങ്ങളെന്നെ ക്ഷണിച്ചപ്പോൾ നിയോഗിച്ചുവിടെ വിട്ടത് യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടാനും ഞാനും ഈ പിടിക്കപ്പെടുന്ന എല്ലാറ്റിൽ നിന്നും മോചിതമാകാനുള്ള ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു അപ്ഡേഷനാണ്. ഇപ്പോഴത്തെ പദം അപ്ഡേറ്റ് ചെയ്യാനാ എൻ്റെ ആത്മീയ ജീവിതത്തിൽ. പിശാചിന് ഇടമുള്ള ഇടം തിരിച്ചറിഞ്ഞ് ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ മൈൻഡ് വല്ലാത്തൊരു ഫാക്ടറാണ്. ഈ മൈൻഡ് എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്, നമ്മളിതെല്ലാം അങ്ങ് അനുവദിക്കരുത്. അവനോട് എതിർത്ത് നിൽക്കണം. ഞാൻ ഈ ചർച്ചിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവർ ഇങ്ങനെ മുമ്പിൽ വന്നിരുന്ന് പാടുന്നതും ആരാധിക്കുന്നതും ഈ യൂത്ത് പ്രോഗ്രാമിലൊക്കെ കണ്ട് ഒത്തിരി. ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. വിത്ത് ഓൾ ദാറ്റ് ഫാക്ട്സ് വി മസ്റ്റ് കണ്ടിന്യൂ ടു ലീഡ് ദം ഇൻ ദ ലോർഡ്. ഇന്നത്തെ ഞാൻ നാളത്തെ ഞാനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടുത്തെ ശക്തി കൊണ്ട് മാത്രമേ, ആത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ എനിക്കിതിനെ ജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മൈൻഡിൻ്റെ പ്രവർത്തനത്തിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. അത് വൈരാഗ്യം, വിദ്വേഷം, ഭിന്നത, അസൂയ, പക, പിണക്കം, അൺഫർഗിവ്നെസ്. അതെല്ലാം കൂടി ഇങ്ങനെ നിന്നാൽ ശരീരത്തിന് ഇതെല്ലാം ബാധകമാണ്. അവൻ്റെ പ്രവൃത്തി അഴിക്കണമെങ്കിൽ മനഃശാസ്ത്രം കൊണ്ട് അഴിയത്തില്ല. അവൻ്റെ പ്രവൃത്തി അഴിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് നടക്കത്തില്ല. അവൻ്റെ പ്രവൃത്തി അഴിക്കുവാൻ ഇവിടെ തരുന്ന യാതൊരു മെത്തേഡിനും കഴിയത്തില്ല. ഒരൊറ്റ പേരിൽ അവൻ ഒതുങ്ങും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമം പറഞ്ഞാൽ ഏത് പൈശാചിക ചിന്തകളും ആ സബ്സൈഡ് ചെയ്യപ്പെടും. അതവൻ അവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കും. നിന്റെ ഹൃദയം വചനം കൊണ്ടൊന്ന് നിറയ്ക്കാമോ? അവന് പിന്നെ അവിടെ ഇടം കൊടുക്കരുത്. അവന്റെ പ്രവൃത്തി ഇന്ന് രാത്രി അഴിയുന്നുണ്ട്. ഏറ്റെടുക്കുന്നവരുടെ മേൽ ആ ദുഷ്പ്രവർത്തികൾ അഴിയുന്നുണ്ട്. ആരും അറിയാതെ, ആരും അറിയുന്നില്ലെന്നുള്ള ഭാവത്തിൽ ഉള്ള മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശുവിനെ ഏൽപ്പിക്കാമോ? ഒരു വിടുതലുണ്ടാകും. ആ കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ചാട്ട്.
ഷുഡബര ബലഗഡദല മനഹദല ജുഡ ബസ്സരെ തുറ ഗലബഡദനദല. യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക കെട്ടുകളും അന്യായ ബന്ധനങ്ങളും തലച്ചോറിനെ വരെ ബാധിക്കുന്ന ബുദ്ധിമണ്ഡലത്തിലേക്ക് വ്യാപരിക്കുന്ന തലമുറയുടെ ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അവരുടെ വിദ്യാഭ്യാസത്തോട് പോരിടുന്ന സാത്താന്റെ പ്രവർത്തികളെ ഇന്ന് രാത്രിയിൽ അഴിച്ചുവിടാൻ മാതാപിതാക്കളോട് ഞാൻ പറയുക, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ശബ്ദത്തിൽ കർത്താവിനോട് ഈ രാത്രിയിൽ തലമുറയ്ക്ക് വേണ്ടി പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ പിടിച്ചെടുക്കാൻ അഴിയുവാൻ 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 മോചനമുണ്ടാകുവാൻ ഞാൻ എവിടെ പോയാലും ചെറുപ്പക്കാർ പിള്ളേരോട് ഒത്തിരി സ്നേഹമുള്ള, ഇപ്പം അങ്ങനെ ഒത്തിരി അവരോട് അങ്ങ് അടുത്ത് കൂടാറില്ല. ഈ ഒരു 1.5 വർഷമായിട്ട് അതിന് സമയം കിട്ടാത്തതുകൊണ്ട്. 6 വർഷം മുമ്പ് പിന്നെ ഇതുപോലെയുള്ള മരുഭൂമിയിലെ ഒരു സ്ഥലത്ത് ഞാൻ വരുമ്പോൾ 250 കുട്ടികൾ, ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞു, അവർക്ക് സെമിനാർ ചെയ്യാനായിട്ട് എന്നോട് പല സഭകൾ കൂടി ആവശ്യപ്പെട്ടു. അവരുടെ പേരെഴുതാതെ അവരെ അലട്ടുന്ന പ്രശ്നങ്ങളും മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളും ഒക്കെ എഴുതിത്തരാൻ ഞാൻ ആവശ്യപ്പെട്ടു. എന്നെപ്പോലും സർപ്രൈസ് ചെയ്യത്തക്കുള്ള എഴുത്തുകളാണ് കുഞ്ഞുങ്ങൾ എഴുതി തരുന്നത്. അവരുടെ കുറ്റമല്ല, അപ്പൻ്റെ അമ്മയുടെയും കുറ്റമല്ല. ദൈവത്തിൻ്റെ വചനം ഇരിക്കേണ്ടടുത്ത് വേറെ വല്ലോ ഇരുന്നാൽ പാമ്പ് ഒരു അല്പ സ്പേസ് ഉണ്ടെങ്കിൽ അതിലേ കൂടെ അങ്ങ് കയറും. പിന്നെ അവനെ ഇറക്കി വിടാൻ ഇച്ചിരി പാടായിരിക്കും. ശിവൻ്റെ അത് നമ്മളായാലും വചനം കൊണ്ട് നമ്മുടെ മൈൻഡിനെയും ആത്മാവിനെയും നിറച്ചില്ലെങ്കിൽ ഏതു സമയത്തും പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. നിനക്കതിനോട് താല്പര്യമില്ലെന്ന് സത്യമാ, പക്ഷെ അതിൻ്റെ ആഗ്രഹം നിന്നോടാ, അതിൻ്റെ ആഗ്രഹം ഈ പാസ്റ്ററോടാ, അതിൻ്റെ ആഗ്രഹം ഏത് പാസ്റ്ററോടുമാകാം, അതിൻ്റെ ആഗ്രഹം ഏത് മനുഷ്യനോടുമാകാം. നീയോ അതിനെ ജയിക്കേണ്ടതാകുന്നു. അവന്റെ പ്രവൃത്തി അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി. അപ്പോ ഞാൻ അതിൻ്റെ വിവരങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ ഞാൻ എമിറേറ്റ്സാ, അങ്ങനെ പറയാം, അപ്പം ദൂരെയാ. ഞാൻ അവിടുന്ന് ദൂരെ ഒരു എമിറേറ്റിൽ ഇരിക്കുമ്പോൾ ഒരമ്മ, ഒരു പാസ്റ്ററുടെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകനെ ഒന്ന് കൗൺസിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരം, ഐ ഹാവ് നോ ട്രാൻസ്പോർട്ടേഷൻ, മോറോടെ എനിക്ക് അതിനുള്ള ഇപ്പം സമയമില്ല. ദേ കെയിം പിക്ക് മീ അപ്പ് ആൻഡ് ടുക്ക് മീ ടു ദെയർ ഹോം. ഒരു ഹിൻഡ് ഞാൻ പറയാതെ പറയുക, 2 ദിവസം എൻ്റെ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് ഈ പ്രോഗ്രാമിന് പോയ പൈസയല്ലേ കിട്ടുന്നേ, ഇങ്ങനെ പോയാൽ ആത്മാവിനെയാണ് കിട്ടുന്നേ. ഹലോ, ചരിത്രം കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ കരയുന്ന വേണ്ടി കൊച്ചൻ കരയാൻ തുടങ്ങി. 14 വയസ്സുള്ളവന് ഞാൻ ചോദിച്ചു, വൈ ആർ യു ക്രൈയിങ് സൺ? അങ്കിൾ, ഐ എം സോ സോറി ദാറ്റ് ഐ ഹേർട്ട് യു. ഐ സെഡ്, യു ഡിഡ്ന്റ് ഹേർട്ട് മീ, ബട്ട് ഐ ഫെൽറ്റ് എ ബർഡൻ ഇൻ മീ ഫോർ യു. Satan can take you to hell. Jesus, he came that you can have eternal life. സാത്താൻ മോനെ നിന്നെ നരകത്തിൽ കൊണ്ടെത്തിക്കാം, എന്നാൽ അവിടെ പോകുന്നത് എനിക്കിഷ്ടമില്ല. നീ അങ്ങോട്ട് ചെല്ലുമല്ലോ എന്നുള്ള പേടിയും ഭയവും കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നതാ. എനിക്ക് നിന്നോട് പറയാണ്ട്, യേശുവിനെ നീ കയ്യിൽ വെച്ചോ, നിന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടെത്തിക്കും. ഇതൊരു ദൂതായിട്ടിരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ എനിക്ക് തിയോളജി പറയാൻ അറിയാം, പോയിന്റ് വെച്ച് പ്രസംഗിക്കാൻ അറിയാം. ദൈവം എന്നെ അതിനല്ല വിളിച്ചേക്കുന്നേ. എന്നെ ഒരു ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വിളിച്ചിരിക്കുന്ന ആളാണ്. അതെവിടെ പോയാലും അത് സംഭവിക്കണം, ഇവിടെ അത് സംഭവിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. Church is not an organization. Church is an organism. Church has an organization. I am part of an organization. While you are here, you got to have an organization. But don't forget, it is an organism. It is alive. It is living through the blood of Jesus.
ആമേൻ. അപ്പോൾ ഈ പ്രവൃത്തി ശരീരത്തിലേക്ക് വരുന്നത്, എൻ്റെ ശരീരത്തിൽ വന്നത് ക്ലോക്ക് എളുപ്പം പോകുന്ന ആർക്കെങ്കിലും ക്ലോക്കിനെ പിടിച്ചെടുത്താൻ കഴിവുണ്ടോ എന്ന് പറഞ്ഞാൽ സഹായമായിരുന്നു. ആർക്കുമില്ല, എനിക്കുമില്ല. അപ്പോൾ എൻ്റെ കാര്യം കൂടെ പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. അതെന്തെന്ന് ചോദിച്ചാൽ 35-ാമത്തെ വയസ്സിൽ എൻ്റെ പാൻക്രിയാസ് അമേരിക്കയിൽ പാർക്കുമ്പോൾ ഡാമേജ്ഡായി. അവിടെ ഐസ്ക്രീം, യൂസ്ക്രീം, ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം, അന്ന് കാലത്ത് പെപ്സി, കോക്ക്, ബബിളപ്പ്, ഡബിളപ്പ്, റൂട്ട് ബിയർ ഇങ്ങനെ ഒത്തിരി കുടിക്കുന്നത്. റൂട്ട് ബിയർ എന്ന് പറഞ്ഞാൽ കള്ളല്ല കേട്ടോ. ഞാനും ആദ്യം അവിടെ ചെന്നപ്പോൾ റൂട്ട് ബിയർ എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെൻറ്റിക്കോസ്റ്റൽ, ഐ ഡോണ്ട് ഡ്രിങ്ക് റൂട്ട് ബിയർ. പിള്ളേരെല്ലാം കൂടെ കളിയാക്കി എന്നെ, പറഞ്ഞു that's not root beer, only a name for a brand of soda. ഇതെല്ലാം 35-ാമത്തെ വയസ്സിൽ എൻ്റെ എല്ലാ വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും അപ്പനും എല്ലാം ഉള്ള അറിയാമല്ലോ. എൻ്റെ അപ്പൻ 55-ാമത്തെ വയസ്സിൽ മരുന്നെടുക്കാതെ രോഗശാന്തിയിൽ വിശ്വാസത്തിൽ മരിച്ചയാളാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെയൊക്കെ പിതാക്കന്മാരെല്ലാം ആ കൂട്ടത്തിൽ ഉള്ള ആളുകളാണ്. എന്നാൽ എൻ്റെ ആ പിതാവ് എനിക്ക് തന്നൊരു ഇൻഹെറിറ്റൻസാണ്. എൻ്റെ അനിയനുമുണ്ട്, എൻ്റെ പെങ്ങൾക്കുമുണ്ട്, 2 സഹോദരിമാർക്കുമുണ്ട്. ഇൻഹെറിറ്റൻസാണ് എൻ്റെ പാൻക്രിയാസിൻ്റെ അഫക്റ്റ് ചെയ്ത ഡയബീറ്റസ് എന്ന് പറയുന്ന ഈ രോഗം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുക, ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന മാത്യു ചാനൊക്കെ അറിയാവുന്ന ഒരാളാണ്, പൊടിമോന് തീർച്ചയായിട്ടും അറിയാം. ആ വ്യക്തിയോട് എനിക്ക് ഭയങ്കര വൈരാഗ്യമായിരുന്നു. അതിൻ്റെ കാരണം ഞങ്ങളെ ചീറ്റ് ചെയ്തു. എൻ്റെ അമ്മ ശാരീരികമായി തളർന്നു കിടക്കുമ്പോൾ, എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവരെ കളിപ്പിച്ചു ഞാൻ അമേരിക്കയിൽ ജീവിക്കുന്നു. ആ വൈരാഗ്യം എൻ്റെ തലയിൽ കയറി. വൈരാഗ്യം കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മനുഷ്യനെ കാണും, ഒരു ഭക്തനായ മനുഷ്യനാണ്. കാണുമ്പോൾ എനിക്ക് അരിശം കയറും. ഞാനും പ്രസംഗിക്കും, ഞാനും തിരുവത്താഴം എടുക്കും, ഞാനും തിരുവത്താഴം കൊടുക്കും. എല്ലാ ഞായറാഴ്ചയും വായിക്കും നമ്മൾ. ഞാനും വായിച്ചു. ഒരു ദിവസം എനിക്ക് മനസ്സിലായി, അയോഗ്യമായി ഇത് ഭക്ഷിച്ചാൽ നാം രോഗികളാകും. ഇത് എന്നെ ഇങ്ങനെ കാർന്നു തിന്നാൻ തുടങ്ങി. ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്താന്ന്, തിരക്കിയില്ല. ഒരു ദിവസം അമേരിക്കയിൽ ഞാൻ അനേകർക്ക് പറയുന്നൊരു ടെസ്റ്റ് മണിയാണ്. ടൽസ, ഓക്ലഹോമയിൽ ഞാനും എൻ്റെ വൈഫും പോയിക്കൊണ്ടിരുന്ന ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററും ആ ഗ്യാങ്ങും മൊത്തം ഞങ്ങൾക്കൂടെ നല്ലൊരു തുക കൊടുത്ത് ഒരു വലിയ സെമിനാറിൽ കൊണ്ടുപോയി. 15,000 പേര് അറ്റൻഡ് ചെയ്യുന്ന ഈ സെമിനാറിൽ സ്ക്രീനിൽ വരുന്ന ബാപ്റ്റിസ്റ്റുകാരൻ പ്രീച്ചർ പഠിപ്പിക്കുക, ശരീരത്തിൻ്റെ ഹോർമോണും ദൈവത്തിൻ്റെ വചനവും പാരലൽ ലൈനിൽ സഞ്ചരിക്കണം. അങ്ങനെ അത് ചെയ്യുന്നത്. അത് ഞാനോ നിങ്ങളോ അതിലൊരെണ്ണത്തെ വയലേറ്റ് ചെയ്താൽ, എന്ന് പറഞ്ഞാൽ മലയാളം എന്തുവാ, അതിനെ ലംഘിച്ചാൽ ഈ ഹോർമോൺസ് വന്ന് എന്ത് ചെയ്യും? ഈ വചനത്തെ ഹിറ്റ് ചെയ്യും, നമ്മൾ രോഗിയാകും. അല്ലെങ്കിൽ വചനം ഹോർമോണെ ഹിറ്റ് ചെയ്യും, ഞാൻ രോഗിയാകും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആരോടെയും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തവനാ. ഞാൻ കൊച്ചു ചെറുക്കനായിരിക്കുമ്പം ചീട്ടി നടത്തിയേച്ച് വന്നാൽ പോലും തിരുവത്താഴം കൊടുക്കത്തില്ല. ആരോടെങ്കിലും വല്ലതും ഉണ്ടെന്ന് അങ്ങനെ സാക്ഷി പറയാനേ അറിയത്തുള്ളൂ അന്നുള്ള പാവങ്ങളായ ആളുകൾക്ക്. എന്നോട് വല്ലതുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയും. അങ്ങനെ ആണെന്നോ ക്ഷമ പറയണ്ടേ? എൻ്റെ അപ്പനെ പോലുള്ളവർ അപ്പോഴേ പറയും, അങ്ങനല്ല, എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുമെന്ന് പറയണോ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, എൻ്റെ വൈഫിൻ്റെ ഞങ്ങൾ അമേരിക്കയിലേ ഒന്നിച്ചിരിക്കുക. ഞാൻ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നാരോട് എനിക്ക് വാശിയുണ്ട്, ഞാൻ ഇന്നത് വിടുക. ഞാനിന്ന് ഐ എം ഗോയിങ് ടു കം ബാക്ക് ടു ഹിം ആൻഡ് ഐ എം ഗോയിങ് ടു സീക്ക് ഫോർഗിവ്നെസ്. പുള്ളിയായിരിക്കും തെറ്റ് ചെയ്തത്, പക്ഷെ ഞാൻ ക്ഷമ ചോദിച്ചു. ഞാൻ നിങ്ങളോട് പറയുക, 2 മാസം മുമ്പും എൻ്റെ ബ്ലഡ് ഷുഗർ ഇൻ ഓൺ ഫാസ്റ്റിംഗ് ഈസ് 95. ഇന്നും എനിക്ക് സാധാരണയിൽ കവിഞ്ഞ് ഷുഗർ ഇട്ട്, ആരാന്ന് പറയത്തില്ല, ഷുഗർ ഇട്ട് തന്ന പായസം സന്തോഷത്തോടെ കുടിച്ച ആളാണ്. മധുരം കൂടുതലുണ്ടോയെന്ന് ആ സിസ്റ്റർ ഇവിടെ കാണും. ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് ചെന്നോളൂ ഇതെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാര്യം എന്താണെന്നറിയോ? കർത്താവ് സൗഖ്യമാക്കാൻ തടസ്സം ഞാനായിരുന്നു, വേറെ ആരുമല്ല. ഇന്ന് പകൽക്കാലം നിൻ്റെ ശരീരത്തിലെയോ നിൻ്റെ മനസ്സിൻ്റെയോ ഏതെങ്കിലും പ്രതിസന്ധി, സമയം തീരുന്നത് കൊണ്ട് ഞാൻ നിർത്തി വെക്കുള്ളൂ, അത് വേഗം പറഞ്ഞേ.
ഇന്ന് ഞാൻ സൗഖ്യമുള്ളവനാണെന്ന്. വേറെ ചില രോഗം ഇതുവരെ ഞാൻ സൗഖ്യമായില്ല. എന്നെ ഞാൻ കണ്ടുപിടിക്കണം എവിടെ എൻ്റെ കുഴപ്പമെന്ന്. അപ്പോൾ എനിക്കും സൗഖ്യം കിട്ടും. അതുകൊണ്ട് നിങ്ങളാരണ്ട് കുഴപ്പക്കാരായതല്ല ഇത് കിട്ടിയെന്നൊന്നും പറഞ്ഞു പോകണ്ട. എൻ്റെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ സാത്താന് കൊടുത്തിരുന്ന ഇടമാ ഭയങ്കരമായ ഹേറ്റ്രഡ്. അതൊരു സർപ്പമായിട്ട് എന്നെ ചുറ്റി എൻ്റെ പാൻക്രിയാസിനെ അവൻ കുത്തി. അങ്ങനെ പറയുക ഞാൻ. എന്നാൽ സൗഖ്യം തരാനായി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്ന ജീവൻ തരുവാനും സമൃദ്ധിയും ഇന്ന് നിങ്ങളിൽ ചിലരെ നിങ്ങൾ മോചിപ്പിക്കണം. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ മോചിപ്പിക്കാൻ യേശുവിൻ്റെ നാമത്താൽ കഴിയും. അവൻ്റെ രക്തത്താൽ കഴിയും. ഏറ്റുപറഞ്ഞാൽ കഴിയും. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമുക്ക് കരുണ ലഭിക്കും യേശുവിൻ്റെ രക്തത്താൽ. ഈ രാത്രി എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളുടെ സാക്ഷ്യം നിങ്ങളോട് പറയാൻ കഴിയും. മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചും പറ്റും. അങ്ങനെ വിശ്വാസം ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ആരോടെയും പറയണ്ട. ചില വിടുതലുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗശക്തിയുടെ ആഘാതങ്ങൾ ദൈവബന്ധത്തിലൊന്ന് ശോധന ചെയ്തിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. പറഞ്ഞത് സത്യമാണല്ലോ. അവനാണ് പ്രാർത്ഥിക്കുന്ന ആരുമല്ല. അവൻ്റെ കൈ നിന്റെ മേൽ വന്നാൽ ഇന്ന് നിനക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. നിനക്ക് ഓടുവാനൊക്കും, നിനക്ക് ചാടുവാനൊക്കും, നിനക്ക് ക്യാരി ചെയ്യാനൊക്കും. ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ പാടുന്നവരാരെങ്കിലും മുമ്പോട്ട് വന്ന് ഒരു വിടുതലിൻ്റെ എല്ലാം നല്ല പാട്ട് പാടുമ്പോൾ നിങ്ങൾ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും ദൈവസന്നിധിയിൽ കർത്താവേ യേശുവേ അങ്ങ് വന്നത് എനിക്ക് വേണ്ടിയാണ്. സാത്താൻ എൻ്റെ വീട്ടിൽ കാണിച്ചിരിക്കുന്ന വിരൂപതകൾ കർത്താവെ അനുസരണം കെട്ടെന്നുള്ളതല്ല, വീട്ടിലേക്ക് മടങ്ങി വരാത്ത സ്വഭാവമുള്ള തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ നിരന്തരമായി മാതാപിതാക്കളുടെ വെല്ലുവിളി നടത്തുന്ന തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ മയക്കുമരുന്ന് മേടിക്കാൻ പണത്തിന് ഒരമ്മയോട് കാശ് ചോദിച്ചപ്പോൾ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ താലി പറിക്കാൻ അവന് ആവശ്യപ്പെട്ടിട്ട് പറിക്കാഞ്ഞിട്ട് തൊഴിച്ചു കൊന്ന ചിത്രമുള്ള കേരളത്തിൻ്റെ ആ നാട്ടിൽ നിന്ന് വന്നവരാ നമ്മൾ. ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ അത് വരണ്ട, നമ്മുടെ കുടുംബങ്ങളിൽ അത് വരണ്ട, രക്ഷിക്കപ്പെടാത്ത നമ്മുടെ മക്കളിൽ അത് വരണ്ട, നമ്മുടെ സഹോദരങ്ങളിൽ അത് വരരുത്. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമോ? ദൈവമേ, എൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധം, എൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധം. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തമായി എൻ്റെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിക്കുകയാണ്. ഒരു റിവൈവൽ ഈ അടുത്ത ദിവസങ്ങൾ ഇവിടെ നടക്കും. എന്താണെന്ന് ചോദിച്ചാൽ സാത്താനെ വെളിയിൽ നിർത്തുവാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ കഴിയുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് പാടുമ്പോൾ ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. സമയം വൈകിയത് കൊണ്ട് ഞാൻ ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഞാൻ അല്പം കൂടെ പ്രസംഗം ചുരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല, എന്നോട് വാക്ക് പറഞ്ഞവൻ, എൻ്റെ പുസ്തകം എനിക്ക് വിശ്വാസമായതുകൊണ്ട് മനുഷ്യരെങ്ങനെ കണ്ടാലും മനുഷ്യൻ എങ്ങനെ കേട്ടാലും അവൻ ഒരു നിമിഷം മതി, അവനൊരു നിമിഷം മതി. ഒരു ഡ്രഗ് അഡിക്റ്റിനെ പ്രോണിന് പുറകെ അശ്ലീല പിക്ചറുകൾ കാണുന്നവരുണ്ടാകാം. ഇന്ന് രാത്രി ഞാൻ പറയുക, നിന്റെ സ്വഭാവത്തോട് പോരാടുന്ന ഈ അശ്ലീല പുസ്തകങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് മാറിക്കിട്ടണമെങ്കിൽ, സാത്താന്റെ പ്രവൃത്തി അഴിക്കണമെങ്കിൽ അതിന് യേശു ദൈവപുത്രൻ ഇവിടെ പ്രത്യക്ഷനായിരിക്കുക. ഏറ്റുപറയ, ആരും അറിയണ്ട, അവനവൻ ഏറ്റുപറഞ്ഞാൽ മതി, വേറൊരാളെ കേൾപ്പിക്കണ്ട. അവനവന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കർത്താവിനോട് അപേക്ഷിക്കുന്നെങ്കിൽ നിനക്കൊരത്ഭുതം ചെയ്യുവാൻ, ഇന്നൊരത്ഭുതം ചെയ്യുവാൻ അമ്മയുടെ വന്നിട്ടുണ്ട്. ഇപ്പോഴൊരു പാട്ട് പാടും. ഇതിൻ്റെ അന്ത്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവദാസൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോട്ടെ. ഒരു പാട്ടിൻ്റെ 1-2 അടി പാടുമ്പോൾ ഒന്നിച്ചു പാടുകയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വരികയും ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കമോൺ, നിങ്ങൾ പാടിക്കോ. കരങ്ങൾ
കരങ്ങളെ ചേർത്തടിച്ചോ ശബ്ദമായി എല്ലാവരും ഏകമായി കൂടി സന്തോഷമായ എല്ലാവരും ഏകമായി കൂടി സന്തോഷമായ ആരാധിക്കാം നല്ലവനാം കർത്താവേ വല്ലഭനാം ജയം നേടുമേ ജയം കരങ്ങൾ ചേർത്തടിച്ചോ ആരാധിക്കാം ആത്മാവിൽ ആരാധിക്കാം പരിശുദ്ധാത്മശക്തിയാലോ തിരുവചനം അവിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ തിരുവചനം അവിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഉയർത്തിടാം നിന്നെ പിണരുകൾ വീശും വേന്മാരിയെ വ്യാപാരം പുറത്തു പോകട്ട അന്ധകാരമണ്ഡലം അഴിയട്ടെ Sada hada abba baba 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 randa bada bada hada baba bauda rada hado hi hada 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 acha bala hada bauda yes 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 hallelujah amen abba bauda rada amen Yes.
ഈ രാത്രിയിൽ എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആരെങ്കിലും അവനെ ഏറ്റുപറയുമെങ്കിൽ ഇന്ന് രാത്രി പിശാചിന്റെ പ്രവൃത്തി അഴിക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് തന്റെ പ്രവൃത്തിയാൽ, പ്രവൃത്തി കൂടാതെ ഒരു രക്ഷ നമ്മളൊന്നും ചെയ്യാണ്ട ആവശ്യമില്ലാതെ അവൻ ചെയ്ത പ്രവൃത്തിയിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി തീരുവാനും അതോടുകൂടെ സാത്താന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അഴിക്കുവാനും എൻ്റെ കർത്താവ് കാണിച്ച മഹാദയ, അവന്റെ സ്നേഹം, അതോർത്തൊരു സ്തോത്രം ചെയ്യാം. ഈ രാത്രി ശാരീരിക മാനസിക ബന്ധനങ്ങളിലായിരിക്കുന്നവർ, ആധ്യാത്മിക മേഖലയിൽ തളർന്നും മയങ്ങിയും ഉറങ്ങിയും ഇരിക്കുന്നവർ, ഈ രാത്രി കർത്താവേ നിന്റെ പ്രവൃത്തി അവരിൽ വ്യാപരിക്കട്ടെ, നിന്റെ പ്രവൃത്തി അവരിൽ ആരംഭിക്കട്ടെ, ആ ഭവനങ്ങളിൽ ആരംഭിക്കട്ടെ, അവരുടെ തലമുറയിൽ ആരംഭിക്കട്ടെ, അവരുടെ മാതാപിതാക്കളിൽ, ദൂരത്തുള്ളവരിൽ, പഠിക്കുന്ന കുട്ടികളിൽ, നിരാശബോധമുള്ളവരിൽ, മ്ലാനതയുള്ളവരിൽ, ആത്മഹത്യ പ്രവണതയുള്ളവരിൽ, തന്നെത്താൻ പഴിക്കുന്നവരിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ തന്നെ സാത്താനെ പുറത്താക്കിക്കൊണ്ട് അത്ഭുതത്തിന്റെ കരം ഈ സഭയിൽ വീഴട്ടെ. ഒരു വിടുതൽ വ്യാപരിക്കുന്നതിനാൽ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനാൽ നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. വളരെ നന്ദി. കർത്താവിന്റെ ദാസനെ ഞാൻ ഏൽപ്പിക്കുന്നു. സമയം കൃത്യമായി പാലിക്കണം. അതിനുവേണ്ടി ഞാൻ ഇപ്രകാരം ചെയ്യുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ ആൻഡ് ദ കൗൺസിൽ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ വളരെ ശക്തമായ ദൈവികാലോചന കർത്താവിൻ്റെ അഭിഷിക്തദാസനിലൂടെ ഇന്ന് രാത്രി ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ, സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വ്യക്തമായി വ്യക്തിപരമായി നമ്മോട് സംസാരിച്ച കർത്താവിൻ്റെ കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിലും കർത്താവിൻ്റെ ദാസനെ കർത്താവ് ശക്തമായി നമ്മുടെ മധ്യേ ഉപയോഗിക്കുമാറാകട്ടെ. നാളെയും ഇവിടെ വെച്ച് ആമേൻ നമ്മുടെ കൺവെൻഷൻ 8 മണി മുതൽ ആമേൻ 10 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ള പ്രിയപ്പെട്ടവരെയും കൂടെ ഉത്സാഹിപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ലോ. നമ്മെ കേൾക്കപ്പെട്ട ദൈവികാലോചനകൾക്ക് മുമ്പാകെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷൻ ഇന്ന് രാത്രി അമേൻ പിശാചിൻ്റെ പ്രവർത്തികൾ അമേൻ അഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. അമേ കർത്താവിൻ്റെ വിടുതലിൻ്റെ ശക്തി, വിടുതലിൻ്റെ കരം നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ ഭവനത്തിൻ്റെ മേൽ, നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടിരിക്കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. നാം ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ആ ബലത്തോടെ സന്തോഷത്തോടെ നമ്മെ ജയാളികളായി മടങ്ങുവാൻ നമ്മെ കർത്താവ് സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെയും വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ വി വിൽസന ചായ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വമേറിയ ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ഹല്ലേലൂയ അങ്ങയുടെ ദാസനിൽ കൂടെ അവിടുത്തെ വചനം കേൾപ്പാൻ്റെ കൊണം കർത്താവെ അവിടെ നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ കർത്താവെ അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മധ്യയെ പരിവർത്തിച്ചുകൊണ്ടിരുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നിന്റെ നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാകുന്നു. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികളെ കഴിപ്പാനല്ലോ മനുഷ്യപുത്രനും പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളൊരു കാലത്ത് പാപികളും ദോഷികളുമായിരുന്നു, പാപത്തിന് ദാസന്മാരായിരുന്നു, പിശാചിന്റെ അടിമകളായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അവിടുത്തെ പുത്രൻ ഈ ലോകത്തിൽ ഹല്ലേലൂയ അവതരിച്ചതോർത്ത് ഹല്ലേലൂയ അവിടുത്തെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തമുരയും ഹല്ലേലൂയ ഒഴുക്കി തന്നതോർത്ത് ഞങ്ങൾ രാത്രിയിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പിശാച് അരക്കുവാനും മുടിപ്പാനും വരുന്നു. ഹല്ലേലൂയ. കർത്താവേ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്
ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്നാൾ പിശാചിനോട് എതിർത്തിൽപ്പാൻ കർത്താവേ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, ഔദ്യോഗിക ജീവിതത്തില്, ആത്മീക ജീവിതത്തില് ഹല്ലേലൂയ കർത്താവേ പിശാചിന് ഇടയ്ക്ക് കൊടുക്കുന്നവരായിരിക്കാൻ ഇടയാകാതെ ജാഗ്രതയുള്ളവരായി ഞങ്ങളുടെ ഓരോ മേഖലകളിലും പ്രവർത്തിപ്പാൻ കൊണം കർത്താവേ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ. അതിനായി തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന സ്തോത്രം. കർത്താവേ ഇന്ന് രാത്രി കാലം നിരദാസൻ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഹല്ലേലൂയ. ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ ഹല്ലേലൂയ, തക്ക സമയത്ത് ഹല്ലേലൂയ അവൻ ഞങ്ങളെ ഉയർത്തേണ്ടതിന് ഹല്ലേലൂയ വിശ്വസ്തത കാക്കുന്നവരായിരിക്കാൻ കൊണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സംസാരിപ്പാൻ ദാസനെ ഇന്ന് രാത്രി കാലവും ശക്തീകരിച്ചതുപോലെ വരും ദിവസങ്ങളിലും ഹല്ലേലൂയ നിന്റെ ആത്മാവിനാൽ നിന്റെ ദാസനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഞങ്ങളുടെ മധ്യേ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനിടയാകുമാറ്, വീര്യപ്രവർത്തികൾ നടക്കുവാനിടയാകുമാറ് നിന്റെ ദാസനിൽ കൂടെ കർത്താവ് പ്രവർത്തിക്കുമാറാകണം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ കേട്ട വചനങ്ങളൊക്കെ ഹല്ലേലൂയ അത് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ, ഉപകാരമായി തീരുവാൻ, കർത്താവെ ശക്തിയായി പരിണമിപ്പാൻ കൊണം കർത്താവ് ഇടയാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദിനത്തിൽ പാടി സന്തോഷിപ്പാൻ കൊണം പാട്ടുകൾ പാടുവാൻ കോയറിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നിന്റെ ആത്മാവ് ഓരെയും ശക്തീകരിച്ച് വരുന്ന ദിവസങ്ങളിൽ കർത്താവെ ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് കർത്താവെ മുഖാന്തരമാക്കി നിർത്തുമാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോകുന്നു. അവിടുത്തെ സമാധാനം ഞങ്ങളെ കാക്കുമാറാകണമേ. അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ വൈകിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് വലിയ ആത്മീയ സന്തോഷം ഏറ്റെടുപ്പാൻ, ദൈവിക വിടുതൽ പ്രാപിപ്പാൻ കൊണം കർത്താവ് ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും നിരാത്രി വചന ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോട് ലോകത്തെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം രാത്രിയിലും ജയം നൽകിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.